സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പങ്കജങ്ങൾ വിടർന്നു നിൽക്കുമേറെ സുന്ദരമാം കുളം, പലവിധങ്ങളാഗ്രഹത്തോടെ എത്തിയെന്നു ഗജേന്ദ്രനും. പലതരത്തിലമാനകൾ അവയൊപ്പമെത്തി സരിത്തതേ. പങ്കജാക്ഷപദാരവിന്ദ അതോർത്തതില്ലവരൊട്ടുമേ. എത്രയും പരിശുദ്ധമായിടും വെള്ളമുള്ള കുളത്തിലാൻ ഏറിടും ശുഭചിന്തയിൽ കരിമെല്ലെ മെല്ലെ ഇറങ്ങിനാൻ. തുമ്പിയാൽ ജലം കോരിനാനവ വേണ്ട പോലെ കുടിച്ചിനാൻ. തുമ്പമൊക്കമെ തീർന്ന പോലവെ ക്രീഡ ചെയ്തിതു സാമ്പ്രതം. അതിനു അടിയിടമാണിടും അതിഭീകരനൊരു ഗ്രാഹവും. ആന തന്നുടെ കാലിലായി പിടികിട്ടുവാനത നോക്കിനാൻ. മുതല വന്നു കടിച്ചു കാലിത വേദനിച്ചു ഗജേന്ദ്രനും. മൂകമായി കരഞ്ഞു കൂട്ടുകാർ രക്ഷയേകുവതെങ്ങിനെ. എത്രയും ബലമുള്ളവർ അവരെങ്കിലും കഴിയാതെയായി. ഏറെ ദുഃഖമുണർന്നു കുഞ്ചരനാഥനേറെ തളർന്നുപോയി. ഏകരക്ഷകനായ ഈശ്വരൻ ഒന്നു മാത്രമതെന്നതും ഏകിടും ഹരിദുഃഖമോചനമെന്നതോർത്തിതുവാനയും. പൂർവജന്മകൃതങ്ങളാവുമ പുണ്യകർമ്മമതൊന്നിനാൽ പൂജ ചെയ്വതിനുള്ള മന്ത്രശതങ്ങളുള്ളിലായി വന്നുപോൽ. പൂർണ്ണനാകുമ ദേവനെ കരിസന്തതം ഹൃദിയോർക്കവേ. പൂക്കളൊത്തു സമർച്ചനക്കഥ വിരവാണിയുണർന്നുപോയി. അഖില ലോക ഗുരോ നമോസ്തുതേ. അഖില ദുഃഖവും തീർക്കണേ. ആന തന്നുടെ പാപജീവിതം തീർക്കണേ കരുണാബുധേ. നിർഗുണാത്മകനായ ദേവനെ നിസ്തുലം പ്രണമിച്ചുടൻ. നിറയും കരുണയുമായി മാധവൻ മുന്നിൽ വന്നഹോ സത്വരം. മുതല തന്റെ കഴുത്തിലേക്കഥ ചക്രമെയ്തു ജനാർദ്ദനൻ. മുക്തനായി ഗജേന്ദ്രനും കരിമുന്നിലായി ഹരിമിന്നിനാൻ. കരിയ തന്റെ കരങ്ങളാൽ കരയേറ്റി കാർമുകിൽ വർണ്ണനും. കരിയതേ ക്ഷണം മാറിനാനഥ ഹരിയതായി വിളങ്ങിനാൻ. ഭക്തിയോടെ വിളിക്കുകിൽ ദൃഢമെത്തിടും ഹരിനിശ്ചയം. ഭക്തി നേടുവതിന്നു നിത്യവും കൃഷ്ണപാദമതോർക്കുവിൻ. മധുര മധുരമീലകൾ നിത്യവും ഹൃദിയോർക്കുക. മധുര കൃഷ്ണലീലകൾ നിത്യവും ഹൃദിയോർക്കുക. മാനവാതവ മാനസത്തില മാധവൻ കളിയാടിടും. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. അഖില ലോക ഗുരോ നമോസ്തുതേ. അഖില ദുഃഖവും തീർക്കണേ. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ കൃഷ്ണ ഹരേ ജയ.
ഹരി കൃഷ്ണ കൃഷ്ണ ഹരേ ജയ. ശ്രീമദ് ഭാഗവതം അഷ്ടമസ്കന്ധം മന്വന്തരം എന്ന ഭാഗവത ലക്ഷണത്തെ കാണിക്കുന്നതാണ്. ഓരോ മന്വന്തരത്തിലും ഭഗവാന്റെ വിവിധങ്ങളായ അവതാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൽ വളരെ വിശേഷമായിട്ടുള്ള അവതാരങ്ങളെ ശ്രീശുബ്രഹ്മർഷി പരീക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടിയായി പരീക്ഷത്തിന്റെ ആഗ്രഹത്തെ കണ്ടുകൊണ്ട് അനുഗ്രഹവാണിയായി പറഞ്ഞു കൊടുത്തു. ഇന്നലെ നമ്മൾ നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച രംഗം വർണ്ണിച്ചു. ആ നരസിംഹമൂർത്തിയുടെ പാതാരബിന്ദങ്ങളിൽ വീണ് നമസ്കരിച്ച് പ്രഹ്ലാദൻ എന്ന 5 വയസ്സുകാരൻ ഭഗവാനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ, അടിയന് ഭക്തി മാത്രമേ തരാൻ പാടുള്ളൂ, ഒരു വരവും തരരുത്. വരങ്ങൾ വേണമെന്നുള്ള തോന്നൽ തന്നെ വലിയ തെറ്റാണ് എന്ന് അടിയൻ വിചാരിക്കുന്നു. അവിടുത്തെ പാതാരബിന്ദങ്ങളിൽ നാമപുഷ്പങ്ങളെ കൊണ്ട് അർച്ചന ചെയ്യാം. നാൻമുഖാദി ദേവന്മാർ വന്ന് സ്തുതിച്ചിട്ടും ആ സ്തുതി കേട്ട് സന്തോഷിക്കാതെ, അല്ലെങ്കിൽ കപട രൗദ്രവേഷം കെട്ടിയാടി അവിടുന്ന് അടിയന്റെ ഈ വാക്ക് കേട്ടാൽ, അസുരജാതിയിൽപ്പെട്ട എന്റെ വാക്ക് കേട്ടാൽ സന്തോഷിക്കുമോ? സന്തോഷിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആനയെ രക്ഷിച്ച കാരുണ്യമാണ് അവിടുന്ന്. ഗജയൂഥപായ, ആ ഗജങ്ങളുടെ നാഥനായിരിക്കുന്ന ആന താമരപ്പൂവ് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഒക്കെ വിളിച്ചില്ലേ, നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. അതുകൊണ്ട് ആരാണ് വിളിക്കുന്നത് എന്ന് നോക്കാറില്ല, വിളിക്കുന്നുണ്ടോ എന്ന് അവിടുന്ന് നോക്കാറുള്ളൂ. ഭക്തിയില്ലാത്ത ബ്രാഹ്മണനേക്കാൾ ശ്രേഷ്ഠൻ ഭക്തി നിറഞ്ഞ ചണ്ടാളനാണ് എന്ന് അവിടുന്ന് പലവട്ടം കാണിച്ചു തരുന്നു. സത്യത്തിൽ അവിടുന്ന് അവാപ്തകാമനാണ്. അവിടുത്തേക്ക് പൂജ വേണ്ട, സ്തുതി വേണ്ട. പക്ഷേ പ്രതിബിംബത്തിൽ എന്തെങ്കിലും കാണണമെങ്കിൽ ബിംബത്തിൽ നമ്മൾ ചെയ്യണം. അതേപോലെ അവിടുത്തേക്ക് സമർപ്പിക്കുമ്പോഴാണ് അതിന്റെ പ്രതിഫലനം ഞങ്ങളെപ്പോലുള്ള ആളുകളിൽ ഉണ്ടാവുക. അതുകൊണ്ട് അവിടുത്തെ ലീല പാടുന്നു. ആ എല്ലാ തരത്തിലുള്ള പാപങ്ങളെയും ഇല്ലാതെയാക്കുന്ന അവിടുത്തെ പാവനമായ ലീലകൾ ഈ ലോകം മുഴുവൻ അവിടുത്തെ അജ്ഞാനവർത്തികളാവുന്നു. അവിടുത്തെ അവതാരങ്ങൾ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഭഗവാനെ. കോപം വെടിയണേ. ആ ദൈത്യൻ, എൻ്റെ അച്ഛൻ, തൻ്റെ വേഷം കെട്ടിയാടി ഇപ്പോ ആ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞു. അവിടുത്തെ ഈ സ്വരൂപത്തെ അടിയന് ലവലേശം പേടിയില്ല. പേടിയുള്ളത് എന്താ? ഭീകര സംസാര ഭീതൻ ഞാനും. ഈ സംസാര ദുഃഖത്തെ ഞാൻ വല്ലാതെ പേടിക്കുന്നു എന്നാണ്. അവിടുത്തെ പാദത്തിലേക്ക് അടിയന് ചേരാനായിട്ട് സാധിക്കുക. ശോകാഗ്നിയിൽ വെന്തു തളരുമ്പോൾ അവിടുത്തെ ശ്ലോകങ്ങൾ മാത്രമാണ് അടിയന് ഏകാശ്രയം എന്ന് മനസ്സിലാക്കുന്നു. സജ്ജന സംസർഗം ഉണ്ടാവണം. സത്യത്തിൽ മാതാപിതാക്കൾക്ക് മക്കള്, ആ മക്കൾക്ക് മാതാപിതാക്കള്, ഇവരൊക്കെ രക്ഷയ്ക്കായിട്ട് വരുന്നു പറയാറുണ്ട്. രോഗിക്ക് മരുന്ന് രക്ഷയാണെന്ന് പറയാറുണ്ട്. മുങ്ങുന്ന മനുഷ്യന് തോണി രക്ഷയാണെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ രക്ഷയൊക്കെ ഉണ്ടാവണമെങ്കിൽ അവിടുത്തെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. അടിയന്റെ അച്ഛൻ്റെ അവസ്ഥ അടിയൻ കണ്ടതാണ്. ഐശ്വര്യം മുഴുവനില്ലാതെയായി. നോക്കൂ, അച്ഛൻ്റെ പുരികപ്പൊടിയുടെ ചലനത്തിൽ ലോകത്തിന്റെ സകല ആളുകളുടെയും ഐശ്വര്യങ്ങളെ അച്ഛൻ തൻ്റേതാക്കി മാറ്റി. അപ്പൊ ഐശ്വര്യം എനിക്ക് വേണ്ട. ലക്ഷ്മിക്കോ ബ്രഹ്മാവിനോ രുദ്രനോ പോലും ലഭിക്കാത്ത മഹാപ്രസാദം എനിക്ക് അവിടുന്ന് തന്നില്ലേ. അവിടുത്തെ തൃക്കൈ അടിയന്റെ ശിരസിൽ ചേർത്ത് വെച്ച് അനുഗ്രഹിച്ചില്ലേ. അതുകൊണ്ട് ഭക്തന്മാർക്ക് വേണ്ടി അവിടുത്തെ വേഷം കിട്ടണോ എന്നല്ലാതെ അവിടുത്തേക്ക് കോപം ഉണ്ടോ? അവിടുത്തേക്ക് പ്രത്യേകമായിട്ട് ഒരാളോട് സ്നേഹമുണ്ടോ? മമതയുണ്ടോ? ഏതുപോലെയാണ് എൻ്റെ ജീവിതം? ഇന്ദ്രിയങ്ങൾ നിരവധി ഭാര്യമാരുള്ള ഒരാളെ ഭാര്യമാരെ അങ്ങോട്ടും പിടിച്ചു വലിക്കുന്നത് പോലെ ഇന്ദ്രിയ കൂട്ടങ്ങൾ വലിക്കുമ്പോൾ ഭീകരമായ വൈതരണിയിൽ വീഴാതെ അടിയനെ രക്ഷിക്കണേ. അവിടുത്തെ അറിയാൻ ഭക്തിയോഗം പോലെ വേറൊന്നുമില്ല. നിഷ്കാമമായ ഭക്തി തന്ന് അടിയനെ അനുഗ്രഹിക്കണേ. നരഹരിപാദത്തിൽ വീഴുന്നോരെന്നിൽ നീ വരമാരി ചേർക്കണേ ഭക്തബന്ധു. പല ജാതി പാപങ്ങൾ വന്നു ചേരാതെന്നെ വനമാലി നീ തന്നെ രക്ഷിക്കണേ. നരഹരെ നീ തന്നെ കാത്തിടണേ.
തേടണേ. പ്രഹ്ലാദൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു ഭഗവാൻ. ആ ശിരസിൽ കൈകൾ ചേർത്ത് വെച്ച് അനുഗ്രഹിച്ചു. ഉണ്ണിക്ക് പേടിയുണ്ടോ എന്നാണ്. ഉണ്ണിക്ക് എങ്ങനെ പേടിയുണ്ടാവുക? സിംഹത്തിന്റെ അടുത്തേക്ക് പോവാൻ സിംഹക്കുട്ടികൾക്ക് പേടിയുണ്ടാവില്ല, മറ്റു മൃഗങ്ങളൊക്കെ പേടിക്കും. അപ്പോ അവിടുത്തെ സ്വന്തം ഉണ്ണിയായിട്ടുള്ള പ്രഹ്ലാദന് മാത്രമേ അവിടെ പേടിയില്ലാതിരുന്നുള്ളൂ എന്നാണ്. പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു. നിന്റെ ആ പുണ്യമേറിയ ജന്മം കൊണ്ട് തന്നെ 21 തലമുറ മുമ്പും പിമ്പും ശുദ്ധമായി കഴിഞ്ഞു എന്നുകൂടി ഭഗവാൻ അനുഗ്രഹിച്ചു. നിന്റെ വംശത്തിൽ ആരെയും ഞാൻ വധിക്കില്ല ഭഗവാൻ പ്രത്യേകമായിട്ട് പ്രഹ്ലാദന് വരം കൊടുത്തു. പിന്നെ ശുക്രാചാര്യെ വിളിച്ച് പ്രഹ്ലാദന്റെ ആ ചക്രവർത്തി പദത്തിലേക്കുള്ള അഭിഷേകമൊക്കെ നടത്തി. ബ്രഹ്മാവിനോട് പറഞ്ഞു, ഇങ്ങനെയുള്ള ആളുകൾക്ക് വരം കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പാമ്പിന് അമൃത് കൊടുക്കുന്നത് പോലെയാണ് ഈ അവസ്ഥ. ബ്രഹ്മാവ് ഇങ്ങനെ പരിഭ്രമിച്ചപ്പോൾ പറഞ്ഞു, പരിഭ്രമിക്കൊന്നും വേണ്ട, എന്തൊക്കെ വരം കൊടുത്താലും നമ്മെ ഭക്ത പ്രണശ്യതി, എന്റെ ഭക്തന് ഒരിക്കലും നാശം ഉണ്ടാവില്ല. അത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ വരം കൊടുത്താലും മനുഷ്യർക്ക് വരോചിതം, ഞാൻ അവനെ നിഗ്രഹിക്കുക തന്നെ ചെയ്യും എന്നുള്ള രംഗം പറഞ്ഞു. അതിനുശേഷം ത്രിപുരദഹനത്തിലൂടെ ആ മഹാദേവനെ ഭഗവാൻ രക്ഷിച്ചതായിട്ടുള്ള കഥ, ബ്രഹ്മാവിനെ പശുക്കുട്ടിയാക്കി മാറ്റി ഗുരൂപം സ്വീകരിക്കാറുണ്ട് എപ്പോഴും ഭൂമി ദേവി. ഇപ്പൊ ഭൂമി കാന്തനായിരിക്കുന്ന ഭഗവാൻ ഒരു ഗുരൂപം സ്വീകരിച്ച് സാക്ഷാൽ മഹാദേവനെ രക്ഷിച്ചു എന്നുള്ള കഥ പറഞ്ഞു. അതിനുശേഷം നാരദ മഹർഷി ധർമ്മപുത്രർക്ക് വർണ്ണാശ്രമ ധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു രാജസൂയ യാഗവേദിയിൽ വെച്ച്. മുമ്പ് ഭീഷ്മര് പറഞ്ഞു കൊടുത്തതാണ്, ഭീഷ്മപിതാമഹൻ ഇപ്പൊ വീണ്ടും പറഞ്ഞു കൊടുത്തു. ഭാഗവതം ഇടയ്ക്കിടെ നമുക്ക് പല ഓർമ്മപ്പെടുത്തലുകളും നൽകുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ഇതിങ്ങനെ പലപ്പോഴും പറഞ്ഞാലേ നമുക്കത് ഓർമ്മ വരുള്ളൂ, അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ വർണ്ണാശ്രമധർമ്മങ്ങളുടെ ലക്ഷ്യം ഏത് വർണ്ണമാകട്ടെ, ഏത് ആശ്രമമാകട്ടെ, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ ഗൃഹസ്ഥനോ ബ്രഹ്മചാരിയോ വാനപ്രസ്ഥനോ സന്യാസിയോ ആരുമായിക്കൊള്ളട്ടെ, അവർക്കൊക്കെ ഏകമായ ലക്ഷ്യം, ഇതിൻ്റെയൊക്കെ അവർ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒക്കെ ലക്ഷ്യം ധർമ്മത്തെ ഉദ്ധരിക്കാൻ വന്ന ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഭക്തി ഉണ്ടാവുക എന്നുള്ളതാണ്. മറ്റുള്ളതൊന്നും അതിൻ്റെ ഭാഗമല്ല. ആർക്കും താൻ കേവനാണ് എന്ന് അഹങ്കരിക്കാനുള്ള യാതൊരു ശക്തിയുമില്ല. കാരണം എല്ലാം ഭഗവാന്റെ കാരുണ്യം മാത്രമാണ്. ഇത് തന്നെയാണ് സപ്തമസ്കന്ധം കഴിഞ്ഞ് അഷ്ടമസ്കന്ധത്തിന്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് ആരാ? നമ്മുടെ മുതുമുത്തശ്ശനായിരിക്കുന്ന മനു. ആരിൽ നിന്നാണോ മനുഷ്യരുണ്ടായത് ആ മനു പറയുന്നു, സുനന്ദാ നദിയുടെ തീരത്ത് ഒരു 100 വർഷക്കാലം നീണ്ടു നിന്ന തപസ്, ഒറ്റക്കാലിൽ നിലത്ത് കുത്തി നിന്നുകൊണ്ട് അദ്ദേഹം അതിഗംഭീരമായിട്ടുള്ള ഒരു തപസ് നടത്തി. ആ തപസ്സിനിടയിൽ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്, ഈ ലോകം മുഴുവൻ ഭഗവാന്റേതാണ്. ഏന ചേതയതേ വിശ്വം, ആരാണോ ഈ ലോകത്തെ ചേതസ്സുള്ളതാക്കി മാറ്റിയത്, ആ ഭഗവാനെ ചേതസ്സുള്ളതാക്കി മാറ്റാൻ ഈ ലോകത്തിൽ ആർക്കും സാധിക്കില്ല. ഭഗവാന്റെ തേജസ് കൊണ്ടാണ് ഈ ലോകം നിലനിൽക്കുന്നത്. എല്ലാം ഭഗവാന്റേതാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ധനം നമ്മൾ ആഗ്രഹിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മനുവിനെ പിടിച്ചു തിന്നാനായിട്ട് ചില രാക്ഷസന്മാരും അസുരന്മാരൊക്കെ വന്നു ചേരാണ്. അവരെ മുഴുവൻ ഭഗവാന്റെ തന്നെ അവതാരമായ ആദ്യത്തെ സ്വയംഭൂമന്വന്തരത്തിൽ ഭഗവാൻ യജ്ഞൻ എന്ന പേരിൽ അവതരിച്ചു. ഭഗവത് പത്നി ദക്ഷിണ, രണ്ടുപേരും ഋഷിപ്രജാപതിയുടെ മക്കളായിട്ടാണ് പിറന്നതെങ്കിലും നിത്യദമ്പതികളായ വിഷ്ണുവും ലക്ഷ്മിയും വിവാഹം ചെയ്തു എന്ന് പറയുന്നു. പുത്രികാധർമ്മം അനുസരിച്ചാണ് മനുവിന് തൻ്റെ മകളുടെ പുത്രനായ യജ്ഞനെ തിരിച്ചു കിട്ടിയത്. എന്താ പുത്രികാധർമ്മം? മകളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ തൻ്റെ ആ മകളെ വിവാഹം ചെയ്യുന്ന അദ്ദേഹത്തിനോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്കുണ്ടാകുന്ന ആൺകുട്ടിയെ എനിക്ക് തരണം. അങ്ങനെ ഒരു നിർദ്ദേശത്തോടു കൂടി വിവാഹം ചെയ്തു കൊടുക്കുക. അതാണ് പുത്രികാധർമ്മം. അങ്ങനെയാണ് യജ്ഞൻ മനുവിന്റെ പുത്രഭാവത്തിൽ വന്നതും ദേവലോകത്തിരുന്ന് ദേവേന്ദ്രന്റെ സ്ഥാനത്തിരുന്ന് ഈ ലോകത്തെ ഭരിച്ചത്. ആ രംഗം പറഞ്ഞു. അടുത്ത മന്വന്തരം സ്വാരോചിഷനാണ് അടുത്ത മനുവായിട്ട് തീർന്നത്. ഈ മന്വന്തരത്തിലാണ് ഭഗവാൻ വേദശിരസിന്റെയും തുഷിതയുടെയും പുത്രഭാവത്തിൽ വിഭുരിത്യഭിവിശ്വത, വിഭു എന്ന പേരിൽ ഭഗവാൻ അവതരിച്ചു. ഭഗവാന് 88,000 ശിഷ്യന്മാരുണ്ടായിരുന്നു ആ സമയത്താണ്.
അഷ്ടാശീതി സഹസ്രാണി മുനയോയെ ധൃതവ്രത അന്വശിക്ഷൻ വ്രതം തസ്യ കൗമാര ബ്രഹ്മചാരിണ. അവരെ ഭഗവാൻ വേണ്ടതുപോലെ പഠിപ്പിച്ചു. മൂന്നാമത്തെ മനുവോ അത് പ്രിയവ്രതന്റെ പുത്രനായ ഉത്തമനാണ് എന്ന് പറഞ്ഞു. പ്രിയവ്രതൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. ആദ്യത്തെ വിവാഹം ബഹിഷ്മതിയാണ് വിവാഹം ചെയ്തത്. രണ്ടാമത് വിവാഹം കഴിച്ചതിൽ 3 ആൺകുട്ടികളാണ് ഉണ്ടായത്: ഉത്തമൻ, താമസൻ, രേവതൻ. മൂന്നാമത്തെ മനു ഉത്തമൻ ആണ്. ഉത്തമൻ എന്ന ആ മനുവിന്റെ കാലഘട്ടത്തിലാണ് ഭഗവാൻ ധർമ്മന്റെയും സൂനൃതയുടെയും പുത്രഭാവത്തിൽ സത്യസേനൻ എന്ന പേരിൽ അവതരിച്ചു. ഓരോ മന്വന്തരത്തിലും ഭഗവാന്റെ അവതാരമുണ്ട്. ദേവേന്ദ്രന് മാറ്റമുണ്ട്, സപ്തർഷികൾക്ക് മാറ്റമുണ്ട്. ഇങ്ങനെയാണ് അതിനൊരു രീതി. അപ്പൊ ഇവിടെ 4ാമത്തെ മന്വന്തരത്തിലോ ഉത്തമന്റെ സഹോദരനായ താമസൻ അടുത്ത മനുവായിട്ട് തീർന്നു. താമസ മന്വന്തരത്തിലാണ് ഭഗവാൻ കരിയെ രക്ഷിച്ചു എന്നുള്ള കഥ പറഞ്ഞത്. കരിയെ രക്ഷിച്ച ഹരിയുടെ കഥ, കരിയെ ഹരിയാക്കി മാറ്റിയ ഭഗവാന്റെ കാരുണ്യത്തിന്റെ കഥ. അപ്പൊ ഇത്രയും 4ാമത്തെ മന്വന്തരത്തെ കുറിച്ച് പറയുന്നത് വരെ പരീക്ഷത്തിന് വലിയ ആകാംക്ഷയൊന്നും ഉണ്ടായില്ല. അതൊക്കെ കേട്ടു. ഓരോ മന്വന്തരത്തിലും 1ാമത്തെ മന്വന്തരം, 2ാമത്തെ മന്വന്തരം, 3ാമത്തെ മന്വന്തരം, 4ാമത്തെ മന്വന്തരത്തിൽ ഹരിണിയുടെയും ഹരിമേധസിന്റെയും പുത്രഭാവത്തിൽ ഭഗവാൻ ഹരി എന്ന പേരിൽ അവതരിച്ചു എന്ന് കേട്ടപ്പോ അത് അറിയാനുള്ള വലിയ ഒരു താല്പര്യം ഉണ്ടായി എന്നാണ്. തത്രാപി ജജ്ഞേ ഭഗവാൻ ഹരിണ്യാം ഹരിമേധസ ഹരിനിത്യാഹൃതോയേന ഗജേന്ദ്രോ മോചിതോ ഗ്രഹാത്. ഗ്രഹം എന്ന് പറഞ്ഞാൽ മുതല, പിടിക്കുന്നത്. അതാണ് ഗ്രാഹം, ഗ്രഹം എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ പിടിച്ചു വലിക്കലാണ് മുതലയുടെ സ്വഭാവം. കടിച്ചു പിടിച്ചു വലിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിലും ഇത്തരം ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും മുതലപ്പിടുത്തങ്ങൾ ഉണ്ടാവും. തനിക്കും ശാപം വലിയൊരു മുതലയെ പോലെ പിടിച്ചു വലിച്ചത് പരീക്ഷത്തിന് നല്ല ഓർമ്മയുണ്ട്. അതിൽ നിന്ന് തന്നെ കൈപിടിച്ചുയർത്താൻ വന്ന ആ ശിശു ബ്രഹ്മശ്രീയുടെ അടുത്ത് പറയുകയാണ്, ഏതത്തെ ശ്രോതുമിച്ഛാമഹേ വയം ബാദരായണ. അല്ലയോ ശിശു ബ്രഹ്മശ്രീ, അതിനെ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ഏത്? ഹരിർ യഥാ ഗജപതി ഗ്രാഹഗ്രസ്തം അമൂമുചൽ. ഗജപതിയെ, ഗജേന്ദ്രനെ, ആന രാജാവിനെ ഭഗവാൻ രക്ഷിച്ചതായിട്ടുള്ള കഥ. ആ ഭഗവാൻ എത്രോത്തമ ശ്ലോകോ ഭഗവാൻ ഗീയത്തെ ഹരി. ഹരി എന്ന പേരിൽ ഭഗവാൻ അറിയപ്പെട്ട ആ കഥ ഒന്ന് കേട്ടാൽ കൊള്ളാം എന്ന് പറഞ്ഞപ്പോഴാണ് 3 അധ്യായങ്ങളെ കൊണ്ട് ഗജേന്ദ്രമോക്ഷം എന്നുള്ള കഥ അവിടെ വിസ്തരിക്കണം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. ഒരർത്ഥത്തിൽ ഇത് നമ്മുടെയൊക്കെ കഥ തന്നെയാണ്. നമുക്കുണ്ടാകുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളുമാകുന്ന ഇത്തരം മുതലപ്പിടുത്തങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ: എല്ലാം മറന്ന് ഭഗവാനെ വിളിക്കാം. പക്ഷേ എല്ലാം മറന്ന് വിളിക്കണമെങ്കിൽ മറ്റാരും നമുക്ക് രക്ഷയില്ല എന്ന ബോധ്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ മാത്രമേ നമുക്കത് തോന്നുള്ളൂ. അതുവരെ നമുക്ക് രക്ഷയ്ക്കായിട്ട് പലരുമുണ്ട് എന്ന് നമുക്ക് തോന്നും. എൻ്റെ ശക്തിയും എൻ്റെ ധനവും എൻ്റെ അധികാരവും എൻ്റെ ഉന്നത കുലത്തിലെ ജന്മവും എൻ്റെ ബന്ധുക്കളും എൻ്റെ കൂട്ടുകാരും എൻ്റെ നാട്ടുകാരും ഒക്കെ എനിക്ക് രക്ഷയ്ക്കായുണ്ട് എന്ന് തോന്നും. ഒരളവോളം അവർ നമ്മളെ സഹായിക്കുകയും ചെയ്യും. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മെ ആ ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും മുതലപ്പിടുത്തത്തിൽ നിന്ന്, നിരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല എന്ന അവസ്ഥ വരുമ്പോൾ, എല്ലാവരും കൈവിട്ടൊഴിയുമ്പോൾ, സാധാരണ രീതിയിൽ വലിയ രോഗങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ തളർന്നു പോകാറുള്ളത്. ആ തളർച്ചയിൽ നമ്മൾ എല്ലാവരും നമ്മളെ വിട്ടുപോകുമ്പോൾ, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള തിരക്കുകളായി അവരൊക്കെ അവരവരുടെ ആ രംഗങ്ങളിലേക്ക് തിരിച്ചു പോകുമ്പോൾ, രംഗവേദിയിൽ നാം മാത്രമായി നിൽക്കുമ്പോൾ, ആ ജീവിത നാടകവേദിയിൽ നമുക്ക് ഏകാശ്രയം ഈ ലോക നാടകവേദിയുടെ സംവിധായകനായ ഭഗവാൻ മാത്രമാണ് എന്ന് ബോധമുണ്ടാകുമ്പോൾ, ആ തിരശ്ശീല വീഴും മുമ്പേ എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഭഗവാന്റെ അവതാരമുണ്ടാവുന്നു. ഭഗവാൻ നമ്മളെ രക്ഷിക്കുന്നു, ഭഗവാൻ അവതരിക്കുന്നു, ഭഗവാൻ താഴോട്ട് ഇറങ്ങി വരുന്നു, നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നു ഭഗവാൻ, നമ്മളോടൊപ്പം ഉണ്ട് ഭഗവാൻ. പക്ഷേ ആ ഭഗവാനെ നമുക്ക് പലപ്പോഴും അറിയാൻ സാധിക്കണില്ല എന്നുള്ളത് കൊണ്ടാണ്. ഭക്താനാം പുത്രവൽക്കർഷലാഭ എന്ന് പട്ടേരിപ്പാട് ഗജേന്ദ്രമോക്ഷം കഥയില് 26ാമത്തെ ദശകത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്.
ഇപ്പൊ ഭഗവാന്റെ ഭക്തനായി കഴിഞ്ഞാൽ എവിടെയും ഉയർച്ചയാണ്. നമുക്ക് ഒരു മൈപ്പീലിത്തൊണ്ടിന് ഇത്രയും ശ്രേഷ്ഠത വന്നത് എങ്ങനെയാ? ഭഗവാന്റെ ആ കേശത്തില്, ആ തലമുടിക്കെട്ടിൽ, ആ കുന്തളഭാരത്തിൽ ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടിയപ്പോഴാണ്. തുളസി വെറുമൊരു ഇലയാണ്. തുളസി പൂവായതും ആ തുളസിക്ക് മഹിമ വന്നതും എന്തുകൊണ്ടാ? ഭഗവാന്റെ പാദത്തിൽ ചേർന്ന് കിടക്കാൻ സാധിച്ചതുകൊണ്ടാണ്. വെറുമൊരു നാട്ടോടത്തണ്ട് അതിന് ആ ഓടക്കുഴലായി മാറാനും ഓങ്കാരസ്വരൂപന്റെ മുഖത്ത് ചേർന്നിരിക്കാനും സാധിച്ചത് എന്തുകൊണ്ടാ? അവിടെ ഉയർച്ച ഓടക്കുഴലിനാണ്. ഓടക്കുഴലിനെ എല്ലാവരും ആദരിക്കുന്നു. ഓടക്കുഴൽ സാധാരണ ഒരു വാദ്യോപകരണം പോലെ നമ്മൾ മാറ്റിവെക്കാറില്ല. അത് കാണുമ്പോൾ നമുക്കൊരു ബഹുമാനം വരുന്നു. കാരണം എന്താ? അത് ഭഗവാന്റെ കയ്യിലിരിക്കുന്നതാണ്. ഭഗവാൻ എന്തുകൊണ്ടാണ് ഓടക്കുഴലിനെ തന്റെ കയ്യിലെടുത്തത്? ഓടക്കുഴലിന്റെ ഉള്ളിൽ ഒന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് നമുക്കറിയാം. ഓരോ വാദ്യോപകരണങ്ങളും അങ്ങനെയാണ്. ഒന്നുമില്ലായ്മയാണ് വാദ്യോപകരണങ്ങളുടെ ഭംഗി എന്ന് നമുക്ക് മനസ്സിലാവും. അത് ചെണ്ടയാവട്ടെ, മദ്ദളമാവട്ടെ, മൃദംഗമാവട്ടെ, ഓടക്കുഴലാവട്ടെ, മറ്റ് നമ്മൾ കാണുന്ന ഒരുവിധപ്പെട്ട വാദ്യോപകരണങ്ങളുടെ ഒക്കെ മാധുര്യവും അതിൻ്റെ നാദഭംഗിയും തരുന്നത് അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ലായ്മയാണ്. പിന്നെ എന്തേ ഉള്ളൂ? അതിൽ ശുദ്ധമായ വായു മാത്രം നിൽക്കുന്നു. ഇതേപോലെ നമ്മുടെ ഉള്ളിലും ആ ഭഗവൻ അനുഗ്രഹത്തിന്റെ പ്രാണവായു മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. മറ്റ് മാലിന്യങ്ങളൊക്കെ അതിവിടുന്ന് മാറിപ്പോണം. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം തുടങ്ങിയൊക്കെ ഇല്ലാതെയായാൽ നമ്മളും ഓടക്കുഴലിനെ പോലെയാവും. ഓടക്കുഴൽ അതാണ് പറഞ്ഞു തരുന്നത്. എൻ്റെ ദേഹത്ത് ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ചുട്ടുപൊഴിപ്പിച്ച ഇരുമ്പ് കമ്പികൾ കുത്തി ഇറക്കിയപ്പോ, എൻ്റെ ദേഹത്ത് ദ്വാരങ്ങൾ വീണപ്പോ, എൻ്റെ ദേഹം അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ആ ദ്വാരങ്ങളൊക്കെ തന്നെ ദ്വാരകാനാഥനായിരിക്കുന്ന ഭഗവാന്റെ കാരുണ്യമാണ് എന്ന് എനിക്ക് അപ്പം മനസ്സിലായില്ല. ഭഗവാൻ എന്നെ എടുത്തു. ആ ഭഗവാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കി. എൻ്റെ ഉള്ളിൽ ഒന്നുമില്ല എന്ന് മനസ്സിലായി. ഭഗവാൻ തൻ്റെ അധരത്തോട് ചേർത്ത് വെച്ചു. ആ ശ്വാസനിശ്വാസങ്ങളെ എന്നിലൂടെ കടത്തിവിട്ടു. അവിടുത്തെ കരാങ്കുലികൾ ഉയരുകയും താഴുകയും ചെയ്തു. ഓടക്കുഴൽ മധുര സംഗീതമുതിർത്തുന്ന മുരളികയായി മാറി. വെറും ഒരു മുളയായിരുന്നു ഞാൻ. മുളയെ മുരളികയാക്കുന്ന ആ മുകുന്ദന്റെ കാരുണ്യമാണ് അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും എൻ്റെ കഴിവല്ല, മറിച്ച് ഭഗവാന്റെ കനിവ് മാത്രമാണ്. ഒന്നും എൻ നൈപുണ്യമല്ല കണ്ണ, എല്ലാം നിൻ കാരുണ്യം ഒന്ന് മാത്രം. ഇത് ഉറപ്പാണ്. ഇവിടെ ഇരുന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ യോന്തപ്രവിശ്യമമ വാചമിമ പ്രസുപ്താം സഞ്ജീവയത്തി അഖില ശക്തിധരസ്വധാംന ആണ്. ഭഗവാനാണ് എന്നിലൂടെ വാക്കായിട്ട് പുറത്തേക്ക് വരുന്നത്. ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാനുള്ള ശ്രവണശക്തിയും ബുദ്ധിശക്തിയും തരുന്നത് അതും ഭഗവാനാണ്. നാം വെറും നിമിത്തം മാത്രമാണ്. നമുക്ക് ചെവിയുണ്ടെങ്കിൽ കേൾക്കാൻ സാധിക്കില്ല, കണ്ണുണ്ടെങ്കിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ കണ്ണിന് കാണാൻ സാധിക്കണമെങ്കിൽ കണ്ണിന് കണ്ണായിരിക്കുന്ന കണ്ണനാമുണ്ണിയുടെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ തിരിച്ചറിവാണ് യഥാർത്ഥമായിട്ടുള്ള ഭക്തി എന്ന് പറയുന്നു. പരീക്ഷത്ത് അത് മനസ്സിലാക്കി. തനിക്ക് ശാപരൂപത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നപ്പോൾ ഭഗവാന്റെ ആ താപത്തിൽ നിന്നും രക്ഷിക്കാൻ ഭഗവാന്റെ അനുഗ്രഹം തനിക്ക് ഭാഗവതമായിട്ട് കിട്ടിയിരിക്കണം. അപ്പൊ താൻ എന്ത് വേണം? ഭഗവാന്റെ കഥകൾ കേട്ടുകൊണ്ടിരിക്കണം. തന്നെ പോലെ ജീവിതത്തിൽ ആഴങ്ങളിലേക്ക്, ശാപത്തിന്റെ മുതലപ്പിടുത്തത്തിൽ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഗജേന്ദ്രൻ. ഈ ഗജേന്ദ്രനെ പോലെ തന്നെയായിരുന്നു താനും. ഗജേന്ദ്രൻ എങ്ങനെയാ? എല്ലാവരെയും അടക്കി ഭരിച്ച്, സാധാരണ രീതിയിൽ കാടിന്റെ രാജാവ് മൃഗേന്ദ്രനാണ്, സിംഹമാണ്. പക്ഷേ ഈ ഗജേന്ദ്രന്റെ ശക്തിയിൽ, ആ ഗജേന്ദ്രന്റെ ശക്തി എങ്ങനെ ഉണ്ടായതാണ്? ഗജേന്ദ്രന്റെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ദേവേന്ദ്രൻ പോലും പൂജിക്കുന്ന ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് ഗന്ധമാത്രാധരയോ ഗജേന്ദ്രയോ വ്യാഘ്രാദയോ വ്യാളമൃഗ സഖഡ്ഗ മഹോരഗാശ്ചാപി ഭയാദ്രവന്തി. അവിടെ എല്ലാവരും പേടിച്ചോടുന്നു ഗജേന്ദ്രനെ കാണുമ്പോൾ. സിംഹങ്ങൾ, പുലി എന്ന് വേണ്ട, വലിയ വലിയ മൃഗങ്ങള്, വലിയ പാമ്പുകള് ഒക്കെ പേടിച്ചോടുന്നുണ്ട്. പക്ഷേ അന്യത്ര ക്ഷുദ്ര ഹരിണ ശശാദയശ്ചരന്ത്യഭീത യദനുഗ്രഹേണ. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മറ്റ് ചെറു ജീവികളൊക്കെ വളരെ സന്തോഷമായിട്ട് കഴിയും.
താനും അങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട്. എന്നാൽ ഗജേന്ദ്രനെ പോലെ എപ്പോഴോ താനും ചെയ്യരുതാത്തത് ചെയ്തു. അതാണ് തനിക്ക് ശാപത്തിന് കാരണമായത്. പരീക്ഷിച്ച് ആലോചിക്കുകയാണ്. താൻ ഈ ഗജേന്ദ്രൻ കാട്ടില് പോയി വെള്ളം കുടിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. തൻ്റെ നായാട്ടിന്റെ ഉദ്ദേശം എന്താ? ആ അതിഭീകരന്മാരായിരിക്കുന്ന മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരാതെ അവയൊക്കെ കാടിനകത്തേക്ക് തന്നെ തുരത്തി വിടുക എന്നുള്ള രാജധർമ്മം നടത്തുകയായിരുന്നു താൻ വേണ്ടിയിരുന്നത്. പക്ഷേ ആ നായാട്ട് ഒരു മൃഗയാ വിനോദമായി മാറിയപ്പോൾ ഒരുപാട് നിരപരാധികളായിട്ടുള്ള മൃഗങ്ങളെയും തൻ്റെ അസ്ത്രത്തിന് ഇരയാക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് കലി തന്നെയും ബാധിച്ചത്. അതുകൊണ്ടാണ് തനിക്ക് ദേഷ്യം വന്നത്. അതുകൊണ്ടാണ് തനിക്ക് ശാപമുണ്ടായത്. പക്ഷേ ആ ശാപത്തെ തനിക്കിതാ വലിയൊരു ഭാഗ്യമാക്കി ഭഗവാൻ അനുഗ്രഹിച്ചു തന്നു. അതുകൊണ്ടാണ് ഗുരുനാഥനായിരിക്കുന്ന ശിശു ബ്രഹ്മർഷി സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ ബാലയോഗിയുടെ വേഷത്തിൽ വന്നത് എന്ന രൂപത്തിൽ വന്ന് തനിക്ക് ഈ കഥകളൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇവിടെ പറയുന്ന കഥയിൽ ആ ഗജേന്ദ്രനെ വെള്ളത്തിലിറങ്ങി വെള്ളം കുടിക്കുക എന്നുള്ള അത്യാവശ്യം വിട്ട് അതിനപ്പുറത്ത് കളിക്കുകയും കൊളിക്കുകയും ചെയ്തപ്പോ ഒരു ഗൃഹസ്ഥാശ്രമിയെ പോലെ അത്തരത്തിൽ ആ പൂക്കളെ പോലും ഭഗവത് പൂജയ്ക്ക് ഉപയോഗിക്കാതെ തൻ്റെ ജീവിതത്തിലെ ഭൗതികതയുടെ പ്രതീകങ്ങളാക്കി മാറ്റിയപ്പോൾ അവിടെ വലിയ അപകടം ഉണ്ടായി. അപ്പോഴാണ് കാലിൽ വന്ന് കടിച്ചത് മുതല. പിൻകാലിന്മേൽ കടിച്ച മുതല പിടിവിടാതെ ആയിരത്താണ്ടുഴന്നാൾ എന്നാണ്. നിരവധി വർഷങ്ങൾ, എത്രയോ വർഷങ്ങൾ. ഇപ്പൊ ഗജേന്ദ്രന്റെ കാലിൽ പിടിച്ച മുതലയുടെ ലക്ഷ്യം എന്താ? തനിക്ക് ഈ ഗജേന്ദ്രനെ പോലെ സ്തുതിക്കാനൊന്നും അറിയില്ല. തനിക്ക് അറിയുന്നത് താൻ ഗ്രാഹമാണ്, തനിക്ക് പിടിക്കാനേ സാധിക്കുള്ളൂ. എങ്കിൽ ഗജേന്ദ്രന്റെ കാലിൽ മുറുക്കി പിടിക്കുക, ഭൃത്യ ഭൃത്യ പരിചാരക ഭൃത്യ ഭൃത്യ ഭൃത്യസ്യ ഭൃത്യ എന്നുള്ള രീതിയിൽ ഭഗവാന്റെ ഭക്തന്മാരുടെ കാലിൽ മുറുക്ക പിടിച്ചാൽ തനിക്കും ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന് ഗജേന്ദ്രൻ വിചാരിച്ചിട്ടുണ്ട്. ആ മുതല വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് താനും ഇപ്പതാ ആ മുതലയെ പോലെയാണോ, താൻ ആ ഗജേന്ദ്രനെ പോലെയാണോ പരീക്ഷിതന് അറിയണില്ല. ഏതായാലും ഈ ശ്രീശുക പാദാരവിന്ദങ്ങളിൽ മുറുക്കി പിടിക്കുന്ന തനിക്കും ഭഗവാന്റെ ലോകത്തിലേക്ക് എത്താൻ സാധിക്കുമായിരിക്കും. ഏതായാലും ഗജേന്ദ്രനെ ആ മുതല സരസിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഇതിനു മുമ്പേ താമരപ്പൂക്കൾ കേവലം കുടുംബലീലകൾക്കായി മാറ്റിയപ്പോൾ അത് ഉള്ളിൽ വല്ലാത്ത ദുഃഖത്തിന് കാരണമായി എന്ന് മനസ്സിലായപ്പോൾ ആ പൂക്കളെ തന്നെ ഭഗവാനുള്ള സമർച്ചനയ്ക്കായി മാറ്റി ഗജേന്ദ്രൻ. ഏതൊരു വസ്തുവിനെയും നമ്മൾ ജീവിതത്തിൽ ഭഗവത് സമർപ്പണമാക്കി മാറ്റുമ്പോൾ അത് നമ്മളെ ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്നു. ഗജേന്ദ്രനും അതെ, താഴേക്ക് 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 ആണ്ടുപോവുകയാണെങ്കിലും ഗജേന്ദ്രൻ എത്താവുന്നിടത്തോളം തന്റെ തുമ്പിക്കൈ നീട്ടി താമരപ്പൂക്കൾ പറിച്ചെടുത്ത് ആ ഭഗവാനെ എന്ന ഉദ്ദേശത്തിൽ തന്നെ രക്ഷിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. തന്റെ കൂടെ വന്ന പിടിയാനകൾ, തന്റെ കൂട്ടുകാരായിട്ടുള്ള ആനകൾ, മറ്റ് ചെറിയ ആ കുട്ടിയാനകൾ ആർക്കും തന്നെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. മഹാശക്തനായ തനിക്ക് പോലും സാധിക്കുന്നില്ല. എങ്കിൽ ഈ ലോകത്തിന് മുഴുവൻ ബലമായിരിക്കുന്ന ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിക്കുക എന്ന് വിചാരിച്ച് ഗജേന്ദ്രൻ സ്തുതിക്കാൻ തുടങ്ങി. നമാത്മപ്രദീപായ സാക്ഷിണേ പരമാത്മനെ നമോ ഗിരാം വിധൂരായ മനസശ്ചേതസാമപി. വാക്കുകൾക്ക് എത്രയോ അകലെയാണ് അവിടുന്ന്, പക്ഷേ അവിടുന്ന് മനസ്സിൽ മിന്നിത്തിറങ്ങുന്നു ഭഗവാനെ. നമകൈവല്യനാഥായ നിർവാണ സുഖസംവിദേ നമശാന്തായ ഘോരായ മൂഢായ. ഭഗവാൻ അങ്ങനെയൊക്കെയാണെന്നാണ്. സജ്ജനങ്ങൾക്ക് ശാന്തമൂർത്തിയാണ് ഭഗവാൻ, ദുഷ്ടന്മാർക്ക് ഘോരമൂർത്തിയാണ് ഭഗവാൻ, അല്ലേ? ഒരേ നരസിംഹമൂർത്തി തന്നെ പ്രഹ്ലാദന് ശാന്തനായും ഹിരണ്യകശിപുവിന് ഘോരനായും തോന്നി. എന്നാൽ ഭഗവാനെ അറിയാത്ത ആളുകൾക്ക് ഭഗവാൻ വെറും മൂഢനാണ് എന്ന് അവിടെ പറയുന്നു. അപ്പൊ നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന ഭഗവാനെ സ്തുതിക്കുകയാണ് അവിടെ ഗജേന്ദ്രൻ. ഗജേന്ദ്രന്റെ ആ ചിഹ്നം വിളികളൊക്കെ ഭഗവത് ഭക്തിയുടെ ഏറ്റവും ഉദാത്തമായ അടയാളപ്പെടുത്തലുകളാണെന്ന് ആർക്കും മനസ്സിലായില്ല. ഭഗവാന് മാത്രമേ മനസ്സിലായുള്ളൂ. ഭഗവാനോട് പറയുകയാണ്,
ഭഗവാനെ അവിടുന്ന് ദേവനല്ല, അസുരനല്ല, മർത്യനല്ല, സ്ത്രീയല്ല, പുരുഷനല്ല, ജന്തുവല്ല, ഷണ്ഡനല്ല. ഇതിനൊക്കെ അപ്പുറത്ത് നായം ഗുണ കർമ്മന സന്നദാസൻ നിഷേധശേഷോ ജയതാത് അശേഷ, എല്ലാം തള്ളിക്കളഞ്ഞ് നൈതി എന്ന് പറഞ്ഞ് അവസാനം എന്തുണ്ടോ അതാണ് അവിടുന്ന് എന്ന് പറയുന്നത്. വലിയൊരു കരിങ്കല്ലിൽ നിന്ന് അതിൽ ആവശ്യമില്ലാത്ത ഭാഗം മുഴുവൻ കളഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ യഥാർത്ഥമായ ശിവരൂപം തെളിഞ്ഞു വരുന്നത് പോലെ ഈ ലോകത്തിൽ ഇതൊന്നുമല്ല അവിടുന്ന് എന്ന് പറഞ്ഞ് അതെല്ലാം അല്ലാത്തതായിട്ട് വരുന്ന അവിടുന്ന്, അവിടുത്തെ പാതാരബിന്ദങ്ങളിൽ ഞാൻ വീണ്ടും നമസ്കരിക്കുന്നു. ഈ മൃഗയോനിയിൽ ഈ ആനയായിട്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ മുതലപ്പിടുത്തത്തിൽ നിന്നല്ല ഞാൻ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നത്. അകത്തും പുറത്തും അന്തർദഹിശ്ചാമൃതയെ ഭയോന്യോ ജിജീവിഷേനാഹമിഹാമിയാകിം അന്തർദഹിശ്ചാമൃതയെ ഭയോന്യ ഇച്ഛാമി കാലേന വയസ്യ വിപ്ലവസ്തസ്യ ആത്മലോകാവരണസ്യ മോക്ഷം. അവിടുത്തെ പാതാരബിന്ദങ്ങളിലേക്ക് എത്താനാണ് ഞാൻ മോഹിക്കുന്നത്. ഭഗവാനെ ഓടി വരണേ എന്ന് പറയും. താൻ ഈ സരസിന്റെ ആഴങ്ങളിലേക്ക് ആണ്ടാണ്ട് പോവുകയാണ്. തന്റെ തുമ്പിക്കൈയിന്റെ അറ്റം മാത്രമേ ഇപ്പൊ പുറത്ത് കാണാനുള്ളൂ ഭഗവാനെ. ഭഗവാൻ വളരെ വേഗത്തിൽ ഭൂരികാരുണ്യമേകാൽ ഇത് ബ്രഹ്മാവിനെയോ മഹാദേവനെയോ അല്ല സ്തുതിക്കുന്നത്, നിർഗുണ പരബ്രഹ്മമായിരിക്കുന്ന ഭഗവത് സ്വരൂപത്തെയാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഗരുഡന്റെ പുറത്ത് കയറി ഭഗവാൻ വരുമ്പോ ആ താമരപ്പൂക്കൾ നിറഞ്ഞു നിന്നിരുന്ന ആ സരസിൽ ഇപ്പൊ താമരപ്പൂക്കളുടെ ഇതളുകൾ അവിടെ ഇവിടെയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഇളകുന്ന ആ ഓളങ്ങൾക്ക് മുകളിൽ ഒരു ആനയുടെ തുമ്പിക്കൈയിൽ ഒരു അറ്റം ഇങ്ങനെ കാണാനുണ്ട്. ആ അറ്റത്തിങ്ങനെ ചേർത്ത് പിടിച്ച ഒരു താമരപ്പൂവ് കാണാനുണ്ട്. ഗജേന്ദ്രൻ ഇവിടെ താമരപ്പൂവ് ചേർത്ത് പിടിച്ചു നിൽക്കുമ്പോ അങ്ങ് അകലെ ആകാശവീഥിയിൽ നീലമേഘ ശ്യാമളവർണ്ണനായി ഭഗവാൻ തൻ്റെ കയ്യിലുള്ള ആ നീലോൽപ്പലം കളി താമര വീശിക്കൊണ്ട് ഗരുഡന്റെ പുറത്ത് വന്ന് അവിടെ ഗജേന്ദ്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. തത്രാഭിരാമരമയോ ഹരിരാവിരാസി. ഗജേന്ദ്രന് ഇതൊന്നും കാണാൻ സാധിക്കണില്ല. പക്ഷേ ഗജേന്ദ്രന് മനസ്സിലായി ഭഗവാൻ വന്നു. എങ്ങനെയാ മനസ്സിലായത്? തൻ്റെ കാലിലെ ആ മുതലപ്പിടുത്തം വിട്ടുപോയിരിക്കുന്നു. അത് ഭഗവാൻ ആദ്യം അതാ ചെയ്തത്. തൻ്റെ ഭക്തനെ രക്ഷിക്കുന്നതിന് മുമ്പേ ഭക്തന്റെ പാദം പിടിച്ച ഏതെങ്കിലും വികാരത്തിലായിക്കോട്ടെ ദേഷ്യത്തോടു കൂടി ആ ഗജേന്ദ്രനെ ആഴങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ പോലും തന്റെ ഭക്തന്റെ പാല് പിടിച്ചില്ലേ, പാദം പിടിച്ചില്ലേ. അതുകൊണ്ട് ഭഗവാൻ ചക്രപാണി പാണി സ്പർശാൽ നക്രപാശം പൊട്ടി. നക്രപാശത്തെ ആ മുതലയാകുന്ന കയറിനെ ചക്രം കൊണ്ട് ഭഗവാൻ മുറിച്ചു കളഞ്ഞു. കഴുത്തങ്ങൾ മുറിഞ്ഞു. ആ മുതല ഹൂഹു എന്ന ഗന്ധർവനായി മുകളിലേക്ക് ഉയർന്നു വരും. ഗജേന്ദ്രനോ കാലിലെ പിടിയങ്ങൾ വിട്ടപ്പോ ഉയർന്നു പൊങ്ങി ആ താമരക്കുളത്തിന്റെ മുകളിലേക്ക് ഇവിടെ എത്തിയപ്പോ തന്റെ മുമ്പിൽ നിൽക്കുന്ന താമരക്കണ്ണനായിരിക്കുന്ന ഭഗവാന്റെ താമരയും തോൽക്കുന്ന പാദങ്ങൾ ഗജേന്ദ്രൻ ഇങ്ങനെ കണ്ടു. ഗരുഡന്റെ പുറത്ത് നിന്ന് ചേർത്ത് വെച്ചിട്ട് ഭഗവാൻ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നു. ആകാശവീതിയിൽ ശംഖചക്ര ഗദാപത്മങ്ങളോടുകൂടി ഭഗവാൻ അവിടെ ഇങ്ങനെ നിൽക്കുന്നു. തന്റെ കയ്യിലുള്ള താമരപ്പൂ ഭഗവാന്റെ കയ്യിലേക്ക് അങ്ങനെ ഏൽപ്പിച്ചു. ഉറക്കെ വിളിച്ചു, നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. 14 അക്ഷരങ്ങളെ കൊണ്ട് 14 ലോകങ്ങളുടെയും നാഥനായിരിക്കുന്ന ആ പത്മനാഭനെ പത്മം കൊണ്ട് അർച്ചിച്ച് അവിടെ വല്ലാതെ വേദനിച്ചു കൊണ്ടിരിക്കുന്ന ഗജേന്ദ്രൻ ഭഗവാന്റെ അടുത്തേക്ക് അങ്ങോട്ട് എത്തി. തം വീക്ഷ്യ പീഡിതമജ സഹസാവധീയ സഗ്രാഹമാശു സരസകൃപയോ ജഹാര. കാരുണ്യം കൊണ്ട് ഭഗവാൻ ഗജേന്ദ്രന്റെ കൈ പിടിച്ച് മുകളിലേക്ക് അങ്ങോട്ട് ഉയർത്തി. ഗജേന്ദ്രോ ഭഗവത് സ്പർശാൽ വിമുക്തോ അജ്ഞാനബന്ധനാൻ പ്രാപ്തോ ഭഗവതോ രൂപം പീതവാസാശ്ചതുർഭുജ. ഇപ്പൊ എന്തായി? ഭഗവാൻ ഗജേന്ദ്രനെ പിടിച്ച് മുകളിലേക്ക് അങ്ങോട്ട് കൈപിടിച്ച് കയറ്റിയപ്പോ
കണ്ണന്റെ കാരുണ്യത്തിന്റെ ആ കരങ്ങൾ തൻ്റെ തുമ്പിക്കൈയോട് ചേർത്ത് പിടിച്ചപ്പോ ഗജേന്ദ്രൻ അറിയുന്നു താൻ പറഞ്ഞ ആ കാര്യം കൂടി ഭഗവാൻ സാധിപ്പിച്ചു തന്നിരിക്കുന്നു. താൻ അവസാനം പ്രാർത്ഥിച്ചില്ലേ, ഈ മുതലപ്പിടുത്തത്തിൽ നിന്നല്ല രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അകത്തും പുറത്തും അജ്ഞാനം മാത്രമുള്ള ഈ കരിയുടെ ഈ യോനിയിൽ നിന്ന്, ഈ വേഷത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോ ആനയിൽ നിന്നൊരു രക്ഷ ഉണ്ടാവുന്നേ വിചാരിച്ചുള്ളൂ. പക്ഷേ ആനന്ദസ്വരൂപനായി കരിയെ ഹരിയാക്കി മാറ്റി ഭഗവാൻ എന്ന് ഗജേന്ദ്രൻ താൻ തിരിച്ചറിയുന്നു. പാണ്ഡ്യരാജാവായിരുന്ന താൻ ഇന്ദ്രദ്യുമ്നൻ എന്ന പേരിൽ മലയപർവ്വതത്തിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് വന്ന അഗസ്ത്യനെ കണ്ടില്ല. അഗസ്ത്യന് ദേഷ്യം വന്നു, തന്നെ ശപിച്ചു. തൻ്റെ പ്രാരബ്ധം അത്രയേ ഉള്ളൂ. അതുകൊണ്ട് വളരെ കാലം ആനയായിട്ട് കഴിയേണ്ടി വന്നു. ഇപ്പതാ ഭഗവാന്റെ കാരുണ്യം കൊണ്ട്, ആനന്ദസ്വരൂപന്റെ കാരുണ്യം കൊണ്ട് ആനയിൽ നിന്നും ആനന്ദസ്വരൂപനിലേക്ക് ഒരു മാറ്റം തനിക്കുണ്ടായിരിക്കുന്നു. വലിയ സന്തോഷമായി ഭഗവാനോട് ഇതിന് ചേർന്ന് നിന്നു. അവിടെ മഴകുന്നം പാടുന്നു, രണ്ടു താക്ഷ്യന്മാരിലേറി രണ്ടുപേരോപ്പം അല്ലലെന്നെ പരസ്പരം സല്ലപിച്ചും കൊണ്ട് നീലവർണം ചേർന്ന വാനിൽ ചെവിയറ്റി പൊങ്ങി. ആകാശവിധിയിലേക്ക് ഉയർന്നു പൊങ്ങുന്നതിന് മുമ്പേ ഭഗവാൻ പറഞ്ഞു, ഏ മാം ത്വാം ച സരശ്ചേദം. ഇവിടെ എന്നെയോ ഗജേന്ദ്രനെയോ ഈ സരസ്സിനെയോ ഇതിലെ ഏതെങ്കിലും ഒരു വസ്തുവിനെ, ഇവിടുത്തെ പുല്ലാവട്ടെ, മുളയാവട്ടെ, ഇതിലെ താമരപ്പൂവാവട്ടെ, മുതലയാവട്ടെ, എൻ്റെ വിവിധങ്ങളായിട്ടുള്ള ആയുധങ്ങളാവട്ടെ, ഗദ, പാഞ്ചജന്യം, സുദർശനം, ശ്രീവത്സം, കൗസ്തുഭം തുടങ്ങിയ എൻ്റെ ഭൂഷണങ്ങൾ, എൻ്റെ തന്നെ കലയായിരിക്കുന്ന ശേഷമൂർത്തി, എൻ്റെ പാതിയായിരിക്കുന്ന ശ്രീഭഗവതി, ബ്രഹ്മാവ്, നാരദൻ, പ്രഹ്ലാദൻ, മഹാദേവൻ, മത്സ്യം, കൂർമ്മം, വരാഹം തുടങ്ങിയ എൻ്റെ അവതാരങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, പ്രണവം, സത്യം, അവ്യക്തം, ഗോ, വിപ്രാൻ, ധർമ്മം, അവ്യയം, ദാക്ഷായണി, ധർമ്മപത്നി, സോമകശ്യപയോരവി, ഗംഗാം, സരസ്വതി, നന്ദാം, കാളിന്ദിം, സിതവാരണാം, ധ്രുവം, ബ്രഹ്മഋഷിം, സപ്ത പുണ്യശ്ലോകാംശ്ച മാനവാൻ. ഇതിനെ ഏതെങ്കിലും ഒന്ന് പ്രഭാതത്തിൽ സ്മരിച്ചാൽ ദദാമി വിമലാം, ഞാൻ അവർക്ക് വിമലമായ, ഏറ്റവും നിർമ്മലമായ ബുദ്ധി, അതെന്താ? ഭക്തിയാണ്. ആ ഭക്തി നൽകി അവരെയൊക്കെ അനുഗ്രഹിക്കും എന്ന് ഭഗവാൻ പറഞ്ഞിട്ടാണ് തൻ്റെ പ്രിയ ഭക്തനെയും കൂട്ടിക്കൊണ്ട് വൈകുണ്ഠലോകത്തിലേക്ക് ഭഗവാൻ യാത്രയാണ്. ഈ ഗജേന്ദ്രമോക്ഷണം എന്ന കഥ പറഞ്ഞതിന് ശേഷം ശിഷ്യബ്രഹ്മഷ് പറഞ്ഞു, ആ താമസന്റെ സഹോദരനായ ദൈവതനാണ് അഞ്ചാമത്തെ മനുവായിട്ട് തീർന്നത്. പ്രിയപ്പെട്ട പുത്രനാണ് അഞ്ചാമത്തെ മനു, ദൈവതൻ. ഈ ദൈവതന്റെ മന്വന്തരത്തിൽ വെച്ച് ഭഗവാൻ വിഭു എന്ന പേരിൽ അവതരിച്ചു എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പറയുകയാണ്, പത്നി വികുണ്ഠാ ശുഭ്രസ്യ, ശുഭ്രന്റെയും വികുണ്ഠയുടെയും പുത്രനായി ഭഗവാൻ വൈകുണ്ഠനായി അവതരിച്ചു. രമയാ പ്രാർത്ഥ്യമാനേന, രമാദേവി ലക്ഷ്മി ഭഗവതിയുടെ പ്രാർത്ഥനയനുസരിച്ച് വൈകുണ്ഠലോകത്തെ നിർമ്മിച്ചു എന്നും പറയുന്നു. ആ അനന്തരത്തിൽ വിഭു എന്നുള്ളത് ഇന്ദ്രന്റെ പേരാണ്. വിഭു ഇന്ദ്രസുരഗണ എന്നാണ്. ഓരോരുത്തർക്കും ആ നേരത്തെ പറഞ്ഞു, നമ്മൾ മനുവിന് മാറ്റമുണ്ടാവും, ഇന്ദ്രന് മാറ്റം ഉണ്ടാവും, സപ്തർഷികൾക്ക് മാറ്റം ഉണ്ടാവും. ഇതേപോലെ ഭഗവാന്റെ അവതാരവും അവിടെ വൈകുണ്ഠനായി ഭഗവാൻ അവതരിച്ചു. ഒരുപക്ഷെ ഭൂമിയിലെ മണ്ഡലികളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കും, പക്ഷേ ഈ വൈകുണ്ഠമൂർത്തിയുടെ ഗുണഗണങ്ങളെ വർണ്ണിച്ച് തീരില്ല. ആറാമത്തെ മന്വന്തരം ചാക്ഷുഷ മന്വന്തരം, ചക്ഷുഷന്റെ പുത്രനായതുകൊണ്ട് ചാക്ഷുഷൻ. ഈ മന്വന്തരത്തിൽ ഭഗവാന്റെ രണ്ട് അവതാരങ്ങളുണ്ടായി എന്ന് പറഞ്ഞു. ഏതൊക്കെയാ രണ്ട് അവതാരങ്ങൾ? ഒന്ന് ഭഗവാൻ അജിതനായി അവതരിച്ചു, മറ്റൊന്ന് ഭഗവാൻ കൂർമ്മമായി അവതരിച്ചു. പലാഴി മഥനം എന്ന ഭഗവാന്റെ മനോഹരമായ ലീലയിൽ ഇത്തരത്തിൽ ഒരുപാട് അവതാരങ്ങളാണ് കാണാൻ സാധിക്കുക. അവിടെ പറഞ്ഞു, അജിതോ നാമ ഭഗവാൻ അംശേന ജഗതപതി എന്ന സംഭൂതിയുടെയും വൈരാജന്റെയും പുത്രനായിട്ടാണ് ഭഗവാന്റെ അവതാരം ഉണ്ടായത്. പയോധിം ഏന നിർമ്മധ്യ, പാൽക്കടലിനെ ഭഗവാൻ മഥനം ചെയ്തിട്ട്
ദേവന്മാരെയും അസുരന്മാരെയും അനുഗ്രഹിക്കാനായി അവിടെ ആ മന്ദരപർവ്വതത്തെ കൂർമ്മരൂപേണ, കൂർമ്മമായി, ആമയായി ആ പർവ്വതത്തെ ഉയർത്തി എന്ന് പറയും. അമരന്മാരുടെ ആമയത്തെ ഇല്ലാതെയാക്കാൻ ആമയായി ഭഗവാൻ അവതരിച്ചു. അമരന്മാർക്ക് ആമയം ദുഃഖം ഉണ്ടായത് എന്തുകൊണ്ടാണ്? അതൊരു ആന കാരണമാണ്. ആനയുടെ ദുഃഖത്തെ കുറിച്ചാണ് നമ്മൾ ഗജേന്ദ്രമോക്ഷത്തിൽ പറഞ്ഞതെങ്കിൽ ഇവിടെ ദേവേന്ദ്രന്റെ കഥയിൽ ആന മൂലമുണ്ടായത് ദുഃഖത്തിന്റെ കഥയാണ്. അത് ഭാഗവതം വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും നമ്മൾ മറ്റ് പുരാണങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ദേവന്മാർക്ക് ഐശ്വര്യം നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഭാഗവതം പറയുന്നുള്ളൂ. എങ്ങനെ ഐശ്വര്യം ഇല്ലാതെയായത്? ദുർവാസസിന്റെ കോപത്താലാണ്. ദുർവാസസിന്റെ കോപം ദേവേന്ദ്രന്റെ ഐശ്വര്യത്തെ ഇല്ലാതെയാക്കി. അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കണോ, ഭഗവത് ഭക്തനായ അംബരീഷന്റെ മുമ്പിലും ദുർവാസസ് ഇതേപോലെ കോപിച്ചു. അപ്പൊ ദേവേന്ദ്രന് നേരെ കോപിച്ചപ്പോൾ ഭഗവാൻ അതിനെയൊക്കെ സഹിച്ചു. പക്ഷേ തൻ്റെ ഭക്തന്റെ മുമ്പിൽ കോപിച്ചപ്പോൾ ഭഗവാൻ സമ്മതിച്ചു. രണ്ട് കഥകളിലൂടെ ഭഗവാൻ ഭക്തന് കൊടുക്കുന്ന പ്രാധാന്യത്തെ കാണിക്കുകയാണ്. ദേവേന്ദ്രന് ഐശ്വര്യം മുഴുവൻ നഷ്ടപ്പെട്ടു, ജരാനരകൾ ബാധിച്ചു. ദുർവാസസ് കൊടുത്ത കൽപ്പകപ്പൂമാല, ദുർവാസസിന് അതാരെ കൊടുത്തത്? ദേവസുന്ദരികളാണ് കൊടുത്തത്. അത് ദുർവാസസ് ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രൻ അത് ഐരാവതത്തിന്റെ മുകളിൽ വെച്ചു. ഐരാവതത്തിന്റെ മസ്തകത്തിലിരിക്കുന്ന ആ കൽപ്പകപ്പൂമാലയുടെ സുഗന്ധം നുകരാനായി വന്ന വണ്ടുകളെ കൊണ്ട് ശല്യമായി ആനയ്ക്ക്. തന്റെ തുമ്പിക്കൈ കൊണ്ടൊക്കെ മാറ്റിയിട്ടൊന്നും രക്ഷയില്ല. അവസാനം മനസ്സിലായി ഇതിന് കാരണം ഈ മാലയല്ലേ. അത് തട്ടി താഴെയിട്ടു, ചതച്ചരച്ചു. മാലയെ ചവിട്ടി അരച്ചത് ദേവന്മാർക്ക് വലിയ മാലായി മാറി. ഇല്ലേ, മാലക്കേടു എന്ന് പറയില്ലേ, വലിയ ദുരിതത്തിന് കാരണമായി. ഇത് ദുർവാസസിനെ ചൊടിപ്പിച്ചു. ദുർവാസസ് പറഞ്ഞു, എന്നെ അപമാനിച്ചതിന് തുല്യമാണ്. ഞാൻ തന്ന മാല നീ ഇത്രയും അതിനെ അങ്ങോട്ട് നിരസിച്ചില്ലേ, അതുകൊണ്ട് നിനക്ക് ശ്രേയസില്ലാതെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചു. ശാപം കിട്ടിയതോടുകൂടി ഇതുവരെ ത്രിദശന്മാരായിരുന്ന ദേവന്മാര്, 3 ദശ മാത്രം ഉണ്ടായിരുന്ന ദേവന്മാര് ഇപ്പോ എന്തായി? 4ാമത്തെ ദശയിലേക്ക് എത്തി. വാർദ്ധക്യം ബാധിച്ചു, ജരാനരകൾ ബാധിച്ചു. ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ബ്രഹ്മാവ് പറഞ്ഞു, ജരാനരകളിൽ നിന്ന് രക്ഷ നേടാൻ ആരുടെ പാദങ്ങളെ ആശ്രയിക്കണം? ജനാർദ്ദന പാദങ്ങളെ ആശ്രയിക്കണം. അതേ നിവൃത്തിയുള്ളൂ. നമുക്ക് വേഗം പോകാന്ന് പറഞ്ഞ് പാൽക്കടലിന്റെ തീരത്ത് പോയി ഭഗവാനെ ഭജിക്കും. അതിഗംഭീരമായിട്ടുള്ള സ്തുതിയാണ് ബ്രഹ്മാവ് ദേവന്മാർക്ക് വേണ്ടി ഭഗവാനെ എൻ്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിച്ചത്. പറഞ്ഞു, ശ്രോത്രാദിശോയസ്യ ഹൃദശ്ചഘാനി പ്രജജ്ഞിരേഖം പുരുഷസ്യ നാഭ്യ പ്രാണേന്ദ്രിയാത്മാസു ശരീരകേതം പ്രസീദതാം ന സ മഹാവിഭൂതി സ മഹാവിഭൂതി ന പ്രസീദതാം. ഭാഗവതം സംസ്കൃത ഭാഷ നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ എന്താ പറയുന്നത്? സാ മഹാവിഭൂതി ന പ്രസീദതാം. ആ മഹാവിഭൂതി ന പ്രസീദതാം എന്നുള്ളത് എന്നുള്ളതിന് വിസർഗം ഉപയോഗിച്ചില്ലെങ്കിൽ എന്താവും? ന പ്രസീദതാം എന്നാവും. ആ ഭഗവാൻ നമ്മളിൽ പ്രസാദിക്കരുതേ എന്നാവും. ന എന്ന് എഴുതിയിട്ട് 2 കുത്തിട്ടാലോ ന എന്ന് നമ്മുടെ വിസർഗം മലയാള ശൈലിയിൽ അങ്ങനെയാണ് വായിക്കുക. നമ്മൾ നഹ എന്ന് പറയാറില്ല, അത് തമിഴ് രീതിയിലൊക്കെയാണ് അങ്ങനെ പറയുക. അപ്പൊ ഇവിടെ ആ പ്രസീദത മഹാവിഭൂതി എന്ന് പറയുമ്പോൾ ഞങ്ങളിൽ പ്രസാദിക്കണമെന്നാണ്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം എന്ന് കാണിക്കണം. അങ്ങനെ ഭഗവാനെ സ്തുതിച്ചു. ഭഗവാൻ അവിടെ സഹസ്രാർക്കോദയദ്വിതി 1000 ഉദയസൂര്യപ്രഭയോടുകൂടി തേഷാം ആവിരഭൂത് ഭഗവാൻ ഹരിരീശ്വര ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവിടെ ആനയെ രക്ഷിക്കാൻ ഹരിയായി അവതരിച്ച ഭഗവാൻ ഇവിടെയും ശ്രീശു ബ്രഹ്മർഷി പറയുകയാണ്, ആ ഹരി ഈശ്വരനായിരിക്കുന്ന ഭഗവാൻ എല്ലാ പാപങ്ങളെയും ഹരതി പാപാനി എന്ന പാപങ്ങളെ മുഴുവൻ ഹരിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ ശോഭയിൽ ദേവന്മാർക്ക് ഭഗവാനെ കാണാൻ സാധിച്ചില്ല എന്ന് തന്നെയല്ല, അവർക്ക് അവരെ തന്നെ കാണാൻ സാധിച്ചില്ല എന്നാണ്. അവര് അത്ഭുതത്തോടു കൂടി നിൽക്കുക. വലിയ പ്രകാശം വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ്.
പ്രകാശം ഉണ്ടെങ്കിലേ നമുക്ക് കാണുള്ളൂ. പക്ഷെ പ്രകാശം അധികമായി കഴിഞ്ഞാലോ ഒന്നും കാണില്ല, നമുക്ക് കണ്ണ് മഞ്ഞളിച്ചു പോയി. പക്ഷേ ഭഗവാന് മനസ്സിലായെങ്കിൽ ഇവരെ ഒന്ന് അനുഗ്രഹിച്ചേക്കാം. ആ മഞ്ഞളിച്ച കണ്ണുമായി അവർ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു മഞ്ഞപ്പെട്ട അവർ കണ്ടു. ഭഗവാൻ തൻ്റെ ചൈതന്യത്തെ ഒന്നിങ്ങനെ കുറച്ചു, അവർക്കൊക്കെ കാണാൻ പാകത്തിന്. അവരെല്ലാവരും ഭഗവാനെ കണ്ടു, നമസ്കരിച്ചു. ബ്രഹ്മാവ് സ്തുതിച്ചു. ബ്രഹ്മാവ് ഭഗവാനോട് പറഞ്ഞ് ആ സ്തുതിയുടെ അവസാനത്തിൽ ബ്രഹ്മാവ് പറഞ്ഞു, കിം വാ വിദാമേശ, എന്താ ഞാൻ ഇനി ഇങ്ങനെ പറയാ? ബ്രഹ്മാവ് പറയുക അങ്ങനെ പറയേണ്ട കാര്യമില്ല, കാരണം എല്ലാം അറിയുന്നവനാണ് ഭഗവാൻ. നമ്മൾ ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നത് ഭഗവാൻ അറിയാനായിട്ടല്ല, നമ്മുടെ വേദനകൾ പങ്കുവെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് വലിയ പരിഭവങ്ങളായി മാറരുത് എന്ന് മാത്രം. വലിയ ആഗ്രഹങ്ങളാവരുത്. ചെറിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പതിയെ 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 ആഗ്രഹങ്ങളെ കുറച്ചു കൊണ്ടുവരും. ആഗ്രഹിക്കുന്തോറും കൂടുതൽ കൂടുതൽ വേണം തോന്നും. അപ്പൊ പതുക്കെ പതുക്കെ ആഗ്രഹങ്ങളെ കുറച്ചു കൊണ്ടുവരും. ഇവിടെ പറയുകയാണ് കിം വാ വിദാമേശ, ഇനി എന്താ പറയാ? വിധൽസ്വശം, ഞങ്ങൾക്ക് സുഖത്തെ തരണേ ഈ ദേവന്മാർക്ക്. ഭഗവാനോട് പറയേണ്ടതും അത് തന്നെയാണ്, സുഖമായിട്ടിരിക്കാൻ ശാന്തിയും സമാധാനവും തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ വിചാരിക്കുന്നു കുറേ ധനം ഉണ്ടെങ്കിൽ വലിയ സുഖമാണ്, വലിയ അധികാരമുണ്ടെങ്കിൽ വലിയ സുഖമാണ്, വലിയ വീടുണ്ടെങ്കിൽ വലിയ സുഖമാണ്, വളരെ വിശേഷമായിട്ടുള്ള കാറുണ്ടെങ്കിൽ സുഖമാണ്. ഇതൊക്കെ വെറുതെ തോന്നുന്നതാണ്. അതുള്ള ആളുകളോട് ചോദിക്കുക, അവർക്കൊരു സുഖം ഉണ്ടാവില്ല. എന്നാൽ ശാന്തിയും സമാധാനവുമാണ് ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്നും. അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഏതായാലും ഭഗവാൻ പറഞ്ഞു, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലായി. ഭഗവാൻ എന്തുകൊണ്ടാണ് ദേവന്മാർക്ക് ഇങ്ങനെ ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തത്? നമ്മളിനി കാളിയമർദ്ദന മുക്തിയായിട്ട് ഭഗവാനെ കാണുമ്പോൾ അതിന് മുന്നോടിയായി ഈക്ഷയ അമൃതപരിഷിണ്യ ജീവയാമാസ എന്ന് കാണാൻ സാധിക്കും. ഒരൊറ്റ നോട്ടം കൊണ്ട് മരിച്ചുപോയ ഗോപാലന്മാരെ പോലും ജീവിപ്പിക്കാൻ സാധിച്ചു ഭഗവാൻ. എന്നിട്ടാണോ ഈ ദേവന്മാരുടെ ഈ ജനാനരകൾ മാറ്റാൻ ഭഗവാൻ ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്? അങ്ങനെയല്ല, ചില കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏകാശ്രയം ഭഗവാനാണ് എന്ന് ബോധ്യം വരണം. ഹരിസ്മൃതി സർവവിപത്തി മോക്ഷണം എന്ന് ഉറപ്പുവരണം. അതിനുവേണ്ടി ഭഗവാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ. നിങ്ങൾക്ക് ജരാനര വന്നതും നിങ്ങളെ അസുരന്മാരെ തോൽപ്പിച്ചതും ഒക്കെ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ അസുരന്മാർക്ക് ആ രജോഗുണം വർദ്ധിച്ചു നിൽക്കുന്ന സമയമാണ് ലോകത്തിൽ. അതുകൊണ്ടാണ് അവർക്ക് വിജയം. ഇനി സത്വഗുണം വർദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിജയം ഉണ്ടാവും. ആ സത്വഗുണ വർദ്ധനുവിന് വേണ്ടി ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ആരെ പേടിച്ചാണോ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നത് അവരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകും. ദേവേന്ദ്രൻ ചോദിച്ചു, ആരുടെ അടുത്തേക്ക്? അസുരന്മാരുടെ അടുത്ത്. അതെ, അസുരന്മാരുടെ അടുത്തേക്ക് തിരിച്ചു പോവുക. അവരുമായി സന്ധി ചെയ്യുക, മന്ദരപർവ്വതത്തെ കടകോലാക്കുക, വാസുകിയെ കയറാക്കുക, പാൽക്കടലിനെ മഥനം ചെയ്യുക. അപ്പോഴോ എൻ്റെ ഉള്ളിൽ നിന്ന്, ഈ പാൽക്കടലിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടും. ദേവേന്ദ്ര, ഒരു കാര്യം പ്രത്യേകം വിചാരിച്ചോളൂ. ന ഭേദവ്യം കാടകൂടാൽ വിഷാജലധി സംഭവാൽ ലോഭ കാര്യോ നവോജാതു രോഷ കാമസ്തു വസ്തു. ഒന്നിലും ലോഭം ഉണ്ടാവരുത്, അത്യാഗ്രഹം ഉണ്ടാവരുത്. എന്താണോ ഞാൻ തരുന്നത് അത് സ്വീകരിച്ചോളണം. ജീവിതത്തിൽ ഭാഗവതം നമുക്ക് പാലാഴി മഥന കഥയിലൂടെ പറഞ്ഞു തരികയാണ്. ഇത്തരത്തിൽ ദൈവികമായും ആസുരീയമായിട്ടുള്ള ശക്തികൾ നമ്മുടെ ജീവിതത്തെ മഥനം ചെയ്തുകൊണ്ടിരിക്കും. ചിലത് നല്ലത് പോലെ കിട്ടിയെന്ന് വരും, ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അത് കിട്ടുന്നത് എല്ലാം നല്ലതാണെന്നും എല്ലാം ഭഗവാന്റെ സങ്കല്പമാണെന്നും കിട്ടാത്തതും അതേപോലെ നല്ലതാണെന്നും തോന്നും. ശ്രീരാമാവ് എന്തുകൊണ്ടാണ് ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായി മാറിയത്? ശ്രീരാമാവിന്റെ ഒരു ചിന്തയുണ്ട് അവിടെ. ശ്രീരാമാവ് പറയുകയാണ്, അധനോയം ധനം ലബ്ധ്വ, എനിക്ക് ധനം കിട്ടിയാൽ ഞാൻ ഭഗവാനെ മറക്കും എന്നുള്ളത് കൊണ്ട് ഇതി കാരുണികോ നൂനം ധനം മേ ഭൂരി നാദതാൽ, എനിക്ക് ഭഗവാൻ ധനം തന്നില്ല. അപ്പൊ എനിക്ക് തരാത്തതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ കാരുണ്യം എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇങ്ങനെ നമുക്ക് തോന്നാതാവണം എന്ന് കാണിക്കുക. അപ്പൊ ദേവേന്ദ്രനോട് ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞു, കാളകൂടം വന്നാലും ഐരാവതം വന്നാലും ഒരേപോലെ ചിന്തിക്കാറാവണം. നിങ്ങൾക്ക് ഫലമുണ്ടാവും. ക്ലേശഭാരോ ഭവിഷ്യന്തി ദൈത്യ,
ദൈത്യന്മാർക്കോ അവർക്ക് ക്ലേശം അനുഭവിക്കേണ്ടി വരും. കാരണം എന്താ? സഹായേനമയ, എൻ്റെ സഹായം കൊണ്ട്. നിങ്ങൾ എന്നെ എപ്പോഴും ആശ്രയിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഫലമുണ്ടാവും, വേഗം പൊക്കോളൂ എന്ന് പറഞ്ഞു. ഭഗവാൻ ഒന്നുകൂടി പറഞ്ഞു, ചില സന്ദർഭങ്ങളിലൊക്കെ കാര്യം നടക്കാൻ വേണ്ടി ചില സന്ദർഭങ്ങളിൽ പാമ്പും എലിയും തമ്മിൽ വരെ തന്നെ സന്ധി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിത്യശത്രുക്കളാണ് അസുരന്മാരെന്ന് വിചാരിച്ച് മാറി നിൽക്കേണ്ട. അവരുടെ അടുത്ത് പോയി പറയുക, അവരുടെ രാജാവ്, അവരുടെ ചക്രവർത്തി ഇപ്പോൾ ബലിയാണ്, ആ ബലിയുടെ അടുത്തേക്ക് ചെന്നോളൂ. അങ്ങനെ ദേവേന്ദ്രൻ ചെന്നു. ബലി അവിടെയുള്ള തൻ്റെ മറ്റ് മന്ത്രിമാരെയൊക്കെ വിളിച്ചു. അവരോടൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. അവർ പറഞ്ഞു, ശരി ഞങ്ങളും വരാം എന്ന് പറഞ്ഞ് സന്ധി ചെയ്തു. അവിടെ ചെന്നു മന്ദരപർവ്വതത്തെ ഉയർത്തി. അവർ കൊണ്ടുപോകുന്നതിനിടയിൽ അവർക്ക് ചെറിയൊരു അഹങ്കാരമുണ്ടായി. ഇതൊക്കെ തങ്ങൾക്ക് സാധിക്കുമെന്നുള്ള തോന്നൽ വന്നതോടുകൂടി ആ മന്ദരപർവ്വതം താഴെ വീണു. നിപതൻ സഗിരിസ്തത്ര ബഹൂനമരദാനവാൻ ചോർമയാമാസ. അവരെ മുഴുവൻ നമ്മൾ പറയില്ലേ പൊടി പൊടിയാക്കി എന്ന് പറയുന്നത് പോലെ അവരൊക്കെ പല അപകടങ്ങളും സംഭവിച്ചു. ഭഗവാനെ വിളിച്ചു. ഭഗവാൻ വന്നു. ഈക്ഷയാജീവയാമാസ. നോക്കൂ, ജരാനരകൾ ബാധിച്ചവരെ ജരാനരകളിൽ നിന്ന് ഇല്ലാതെയാക്കാൻ ചില നിർദ്ദേശങ്ങൾ കൊടുത്ത ജനാർദ്ദനൻ ഇപ്പോ തൻ്റെ നോട്ടം കൊണ്ട് അവരെ മുഴുവൻ ജീവിപ്പിച്ചു. അവർക്ക് നിർജ്ജരാൻ നിർവ്രണാൻ യഥ, അവർക്ക് ജരാനരകൾ മാറി, അവരുടെ വ്രണങ്ങളൊക്കെ മാറി. അവര് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഭഗവാൻ ഏകഹസ്തേന ലീലയ, ഒറ്റ കൈ കൊണ്ട് മന്ദരപർവ്വതത്തെ എടുത്ത് ഗരുഡന്റെ മുകളിൽ വെച്ച് നേരെ പാൽക്കടലിന്റെ അവിടെ കൊണ്ടുപോയി വെച്ചു മന്ദരപർവ്വതം. അത് കഴിഞ്ഞിട്ടോ മഥനം ആരംഭിച്ചോളാൻ പറഞ്ഞു. വാസുകിയെ കൊണ്ടുവന്നു. വാസുകി ഒരു കയറ് പോലെ മന്ദരപർവ്വതത്തിന് ചുറ്റുമായിട്ട് കിടന്നു. ഭഗവാൻ ഓടിച്ചെന്ന് അസുരന്മാരെ വരുന്നുള്ളൂ, അതിനു മുമ്പേ തന്നെ ചെന്ന് ഹരിപുരസ്താൽ ജഗൃഹേ പൂർവം ദേവാസ്തോ ഭവൻ. ആദ്യം തന്നെ ഭഗവാൻ പോയി ഈ പാമ്പിന്റെ തല പോയി പിടിച്ചു. അപ്പോഴാണ് അസുരന്മാർ വരുന്നത്. അസുരന്മാർ പറഞ്ഞു, ഗൃഹീമോ വയം പുച്ഛമഹേരംഗമംഗളം. ഈ അഹിയുടെ ഏറ്റവും മംഗളപരമായിരിക്കുന്ന വാല് പിടിക്കുന്ന ആളുകളൊന്നുമല്ല ഞങ്ങൾ. ഇപ്പൊ ദേവന്മാര് പറഞ്ഞു, നിങ്ങള് വാല് പിടിക്കണ്ടേ, ഞങ്ങളല്ലേ ആദ്യം വന്ന് തല പിടിച്ചത്. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, തലയും വാലും നിങ്ങൾ തന്നെ പിടിച്ചോളൂ, ഞങ്ങൾ ഈ ഏർപ്പാടിനില്ല. ഇപ്പൊ ശക്തിയുള്ള ആളുകൾ അങ്ങനെയൊക്കെ പറയും. അവര് എല്ലാത്തിൻ്റെയും അവർക്ക് ശക്തി ഉണ്ടെങ്കിൽ അവർ പറയുന്നിടത്ത് നടക്കണം കാര്യങ്ങൾ. അപ്പൊ ഭഗവാൻ കുറച്ച് വിഷമത്തിലൊക്കെ നിന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ശക്തന്മാരല്ലേ, അപ്പൊ പിന്നെ നിങ്ങൾ പറയുന്നത് കേൾക്കാതിരിക്കാൻ ഞങ്ങൾക്ക് നിർത്തിയില്ല, അതുകൊണ്ട് നിങ്ങൾ തല പിടിച്ചോളൂ, ഞങ്ങൾ വാല് പിടിച്ചോളാം. ഇനി ആദ്യം തന്നെ ദേവന്മാര് വാല പിടിച്ചതെന്നുണ്ടെങ്കിലോ അസുരന്മാരുടെ സ്വഭാവം അതാണ്. അതുകൊണ്ടാണ് അവരെ അസുരന്മാരെന്ന് പറയുന്നത്. അവർ പറയും, ഞങ്ങൾ ഈ വലിയ തലയൊന്നും ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല, അത്ര പണിയൊന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല, ഞങ്ങൾ വേണമെങ്കിൽ വാല് പിടിക്കാം. അപ്പൊ ഭഗവാൻ എന്താ ഉദ്ദേശിച്ചേക്കുന്നത്? ദേവന്മാരെ കൊണ്ട് വാല് പിടിപ്പിക്കണം, അസുരന്മാരെ കൊണ്ട് പുലിവാല് പിടിപ്പിക്കണം. ഒരാളെ കൊണ്ട് പാമ്പിന്റെ വാലും മറ്റൊരാളെ കൊണ്ട് പുലിവാലും പിടിപ്പിക്കാം എന്ന് തീർച്ചപ്പെടുത്തി. അതുകൊണ്ടാണ് തലഭാഗം അവിടെ അസുരന്മാർക്ക് കൊടുത്തു, തലയില്ലാത്തവർക്ക് തല കൊടുത്തു. അല്ലേ? അവർക്ക് ബുദ്ധിയില്ല. ഭഗവാൻ പറയുന്നത് കേൾക്കലാണ് ഏറ്റവും നല്ല ബുദ്ധി എന്നുള്ളത്. അതുണ്ടായില്ല. ഭഗവാന് വിപരീതമായിട്ട് പ്രവർത്തിച്ചു. തലയില്ലാത്ത അവർക്ക് തല കൊടുത്തു ഭഗവാൻ. അവരെ നമ്മൾ പറയാറില്ലേ, ആ കക്ഷത്തിൽ തല വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞ പോലെയായി അവരുടെ അവസ്ഥ. ഏതായാലും മഥനം ആരംഭിച്ചു. പക്ഷേ ആധാരമില്ലാത്തത് കൊണ്ട് മന്ദരപർവ്വതം താഴേക്ക് പോകാൻ തുടങ്ങി. വിലോക്യ വിഘ്നേശ വിധിം തദേശ്വരോ ദുരന്തവീര്യോ വിതഥാഭിസന്ധി കൃത്വാ വപു കാച്ഛപമദ്ഭുതം മഹൽ പ്രവിശ്യതോയം ഗിരിമുജ്ജഹാര. ഭഗവാന്റെ ദശാവതാരങ്ങളിൽ രണ്ടാമത്തെ അവതാരം മത്സ്യമൂർത്തിയായിട്ട് അവതരിച്ച കഥ നമ്മൾ ഈ അഷ്ടമസ്കന്ധത്തിന്റെ അവസാനത്തിലാണ് കേൾക്കുക. പക്ഷേ ഇവിടെ ഏതാ ഭഗവാൻ ആമയായി അവതരിച്ചു വെള്ളത്തിനടിയിൽ. ഇവർക്ക് മനസ്സിലായില്ല, താഴേക്ക് പോയ മന്ദരപർവ്വതം ഉയർന്നു വരുന്നുണ്ട്. ജീവിതത്തിൽ അങ്ങനെയാണ്, നമുക്ക് അധപതനങ്ങൾ ഉണ്ടായി നമ്മൾ ജീവിതത്തിലെ ഉയർച്ചയിലേക്ക് വരുമ്പോൾ അവിടെ നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നാം അറിയാതെയാണെങ്കിലും ജീവിത ജലധിയിൽ ഒരു കൂർമ്മമൂർത്തിയുണ്ട് എന്ന് വിചാരിക്കുക, ഉറപ്പിക്കുക. ദേവന്മാർക്ക് വലിയ സന്തോഷമായി.
പർവ്വതം ഉയർന്നു വരുന്നു. അവർ വീണ്ടും മഥനം ആരംഭിച്ചു. മഥനത്തില് അഹീന്ദ്ര സാഹസ്ര കഠോര ദുർമുഖ ശ്വാസ നിധൂമാഹതമർച്ചസോസുര. അസുരന്മാർക്ക് ഇപ്പോൾ ഇല്ലാത്ത വിഷമായി. കാരണം എന്താ, ഈ വാസുകിയെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു തുടങ്ങിയപ്പോ അതിന്റെ വായ്ക്കകത്ത് നിന്ന് ചുട് വായു വിഷക്കാറ്റ് പുറത്തേക്ക് വരാൻ തുടങ്ങി. അത് സഹിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ബാലനെ പിടിച്ചോളാന്ന് പറയാൻ പറ്റുമോ? അഹങ്കാരം കൊണ്ട് അതും സാധിക്കില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം? ഇതൊക്കെ സഹിച്ച് അവിടെ നിന്നു. ഭഗവാൻ ദേവന്മാരെ നോക്കി ഒന്ന് ചിരിച്ചു. ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങൾക്ക് ഞാൻ അത് തരാതിരുന്നതിന് എന്താ കാരണമെന്ന്? ഇങ്ങനെ നമ്മൾ ഉറപ്പിക്കണം. കുട്ടികള് അവിടെ വന്നിട്ട് അമ്മയുടെ അടുത്ത് പറയാം, എത്ര വയസ്സായി കുട്ടിക്ക്? കുട്ടിക്ക് 2 വയസ്സാവുന്നുള്ളൂ. കുട്ടി വന്നിട്ട് പറയാ, അമ്മ എനിക്ക് ആ കത്തി വേണം എന്നിങ്ങനെ പറയാം. അമ്മ കത്തി കൊടുക്കുമോ? അമ്മ കത്തി കൊടുക്കാതിരിക്കുന്നത് കുട്ടിയോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണോ? സ്നേഹമുള്ളത് കൊണ്ടാണ്. കത്തി കൊടുക്കില്ല എന്ന് മാത്രമല്ല, കുട്ടി കാണുക പോലും ചെയ്യാതെ മാറ്റിവെക്കും. ഇതേപോലെ നമ്മളും ഈ കത്തി പോലെ പല സാധനങ്ങളും ഭഗവാന്റെ അടുത്ത് ആഗ്രഹം പറയും. പക്ഷേ അത് ഉപയോഗിക്കാനുള്ള പ്രായവും പക്വതയുമായിട്ട് ഭഗവാൻ അത് തരുള്ളൂ. അല്ലെങ്കിൽ എന്തുണ്ടാവും? ഇതേ കത്തി തന്നെ അപകടത്തിന് കാരണമാവും. ഒരേ വസ്തുവിനെ തന്നെ ഉപയോഗിക്കുന്ന ആളുടെ വ്യത്യാസം അനുസരിച്ച് അതിന്റെ ഗുണത്തിൽ വ്യത്യാസം വരും. ഒരു കത്തി ഒരാളെ കുത്തിക്കൊല്ലാൻ ഉപയോഗിക്കാം. അതേ കത്തി തന്നെ വളരെ പരിണതപ്രജ്ഞനായിരിക്കുന്ന ഒരു ഡോക്ടർക്ക് ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഉപാധിയായും മാറും. വിഷം കഴിച്ചാൽ മരിക്കും. എന്നാൽ ചില മരുന്നുകളിൽ ഈ വിഷം കുറച്ചു ചേർക്കുന്നത് വിഷത്തിന് പോലും പ്രതിവിധിയായിട്ട് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് എത്തും. ഉപയോഗിക്കുന്നതിന്റെ രീതി, അയാളുടെ ഉപയോഗിക്കുന്നതിന്റെ ഭാവം ഇതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. ഏതായാലും യഥാ സുധാ ന ജായേത. എന്തിനാണ് ഇവർ മഥനം ചെയ്തത്? അമൃത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സുധാ ന ജായേത, അമൃത് ഉണ്ടാവാതെ വന്നപ്പോ ഭഗവാൻ നിർമ്മമന്ധ അജിത സ്വയം, അജിതനായി ഭഗവാൻ തന്നെ മഥനം ഏറ്റെടുത്തു. ഭഗവാന്റെ അതിമനോഹരമായ ഒരു രംഗം ശിശുബ്രഹ്മർഷി വരച്ചു കാണിക്കുന്നു. മേഘശ്യാമ കനകപരിധി കർണ വിദ്യോത വിദ്യോന്മോദ്രാജൽ വിരുളിതകച ശ്രദ്ധരോ രക്തനേത്ര ജൈത്രൈർദോദ്ഭിർജഗദഭേദം ദന്തശൂകം ഗൃഹീത്വാ മധ്യന്മധ്യാ പ്രതിഗിരിവാശോഭരാധോ ധൃതാദ്രി. ഭഗവാൻ മറ്റൊരു പർവ്വതം പോലെ, മന്ദരപർവ്വതത്തിന്റെ മുകളിൽ ഒരു പർവ്വതം. അതാരാ ഈ പർവ്വതം? ഭഗവാന്റെ കാരുണ്യാദ്രി, കാരുണ്യാബ്ധി നമ്മൾ പറയാറുണ്ട് അല്ലേ? കാരുണ്യക്കടൽ. ഇവിടെ കാരുണ്യത്തിന്റെ ഒരു പർവ്വതം ഉയർന്നു നിൽക്കുന്നു. എന്നിട്ടോ അസുരന്മാരിലേക്കും ദേവന്മാരിലേക്കും തന്റെ ശക്തിയെ ചേർത്ത് വെച്ച് ഭഗവാൻ മഥനം സ്വയം ഏറ്റെടുത്തു. താഴെ ആമയായി നിന്നുകൊണ്ട് പർവ്വതം താഴാതെ കാക്കുന്നു. അജിതനായി നിന്നുകൊണ്ട് മഥനത്തിന് നേതൃത്വം കൊടുക്കുന്നു. അതേ അജിതൻ തന്നെ തന്റെ കൈകൊണ്ട് ഈ പർവ്വതം മുകളിലേക്ക് ഉയർന്നു പൊങ്ങാതെ അനുഗ്രഹ വർഷമായിട്ട് അവിടെ നിൽക്കുന്നു. അങ്ങനെ ഭഗവാൻ അങ്ങോട്ട് തുടങ്ങിയതോടുകൂടി മഥനം അതിഗംഭീരമായി. ആ മഥനത്തിൽ നിന്ന് ആദ്യമുണ്ടായത് കാളകൂട വിഷം. അങ്ങനെയാണ് നമ്മൾ പൃഥു മഹാരാജാവിന്റെ കഥയിൽ കണ്ടു. ആ ദേഹം മന്ത്രപൂർവ്വം മഥനം ചെയ്തപ്പോൾ അതിലെ പാപം മുഴുവൻ ഒരു സ്വരൂപമായിട്ട് പുറത്തു വന്നു. ഇവിടെ അതിലെ ദോഷാംശം മുഴുവൻ വലിയ വിഷമായി മാറി. ദേവന്മാർക്കും അസുരന്മാർക്കും വലിയ വിഷമമായി. അവർ വിശ്വനാഥനായിരിക്കുന്ന സാക്ഷാൽ വടക്കുനാഥനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ മഹാദേവനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോഴോ ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവന, അവിടത്തേക്കേ സാധിക്കുള്ളൂ. വിഷപ്പാമ്പുകളെ തൻ്റെ ഭൂഷണമാക്കിയിരിക്കുന്ന, മാലയാക്കി മാറ്റിയിരിക്കുന്ന അവിടത്തേക്ക് മാത്രമേ ഈ വിഷത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഭഗവാനെ വരണേ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ ഈ തദ്വീക്ഷ്യ വ്യസനം താസാം കൃപയാ ഭൃഷപീഡിത സർവഭൂത സുഹൃദേവ ഇതമാഹ സതീപ്രിയ. തന്റെ ഭാര്യയായ സതീദേവിയോട് മഹാദേവൻ പറഞ്ഞു, ദാ അവിടെ കാളകൂട വിഷം കൊണ്ട് വിഷമിക്കുകയാണ് ദേവന്മാര്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടെ ചെന്ന് അവരെ രക്ഷിക്കട്ടെ. ദീനപരിപാലനം എൻ്റെ ഒരു രീതിയാണ്. ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ദീനന്മാരെ രക്ഷിച്ചാൽ ആർക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാവുക? ദീനവത്സലനായിരിക്കുന്ന ഭഗവാൻ.
പുംസകൃപയതോ ഭദ്രേ സർവാത്മാ പ്രിയതേ ഹരി പ്രീതേ ഹരോ ഭഗവതി. ആ ഭഗവാൻ, ഹരിയാകുന്ന ഭഗവാൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ പ്രിയേഹം സചരാചര, ഈ ലോകം മുഴുവൻ എന്നിൽ പ്രീതിയുള്ളവരായിട്ട് തീരും. അതുകൊണ്ട് ഞാൻ ഗരം ഭുഞ്ചേ, തസ്മാദിതം ഗരം ഭുഞ്ചേ പ്രജാനം സ്വസ്തിരസ്തുമേ. ഞാനിതാ വിഷം കഴിക്കാൻ പോവുകയാണ്, ലോകത്തിന് മുഴുവൻ മംഗളമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആ ആഗ്രഹത്തോടുകൂടി മഹാദേവൻ ഇറങ്ങി പുറപ്പെട്ടു. പാർവതി അതിനെ അനുമോദിച്ചു എന്നാണ്. പാർവതി കഴുത്തിലൊന്നും പിടിച്ചിട്ടില്ല, പാർവതി കഴുത്തിലും പിടിച്ചില്ല, ഭഗവാൻ പായ കൊത്തിയും പിടിച്ചില്ല. മറിച്ച് എന്താ, പാർവതി പറഞ്ഞു ശരി, അങ്ങനെ ആവട്ടെ. എന്തുകൊണ്ടാണ്? പ്രഭാവജ്ഞാൻ മോദത, മഹാദേവന്റെ പ്രഭാവം അറിയാം. ഒരു ഹാലാഹലത്തിനും എൻ്റെ മഹാദേവനെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ആ സതീദേവിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് മഹാദേവനെ അവിടുന്ന് പറഞ്ഞയക്കുന്നു. മഹാദേവൻ അവിടെ ചെന്നു, ആ ഹലാഹലത്തെ കയ്യിൽ സ്വീകരിച്ചു, അതിനെ ഭക്ഷിച്ചു. ഇത് തത്വരൂപത്തിൽ സജ്ജനങ്ങൾ പറയാറുണ്ട്. ഇത്തരത്തിലുള്ള ദോഷങ്ങൾ കണ്ടാൽ അത് ഉള്ളിൽ വെച്ചാൽ മതി എന്നാണ്. എന്നാൽ ഉള്ളിലേക്ക് ഇറക്കി വിടുക വേണ്ട, പുറത്തേക്കും വിടണ്ട. അപ്പൊ അതുകൊണ്ട് എന്താ ഗുണമുള്ളത്? ആർക്കും ദോഷം ഉണ്ടാകും. അങ്ങനെ പലതും നമ്മൾ കേൾക്കും. അതൊക്കെ ഉള്ളില് അകത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ്, പുറത്തേക്ക് വിട്ടാൽ ആളുകൾക്ക് പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ വയ്ക്കുക. അത് മറ്റുള്ളവർക്ക് വേണ്ടി താൻ ചെയ്യുന്ന ത്യാഗത്തിന്റെ പ്രതിഫലനമായി ഒരു പ്രത്യേകമായിട്ടുള്ള ഭൂഷണമായി മാറി മഹാദേവൻ. അതുകൊണ്ട് മഹാദേവൻ നീലകണ്ഠനായി മാറി എന്നാണ്. അങ്ങനെ നീലവർണ്ണനായിരിക്കുന്ന ഭഗവാന്റെ പാലാഴി മഥനത്തിൽ നീലകണ്ഠൻ വന്ന് അവിടെ, അല്ലെങ്കിൽ നീലകണ്ഠനായി മാറി വിഷം കഴിച്ച സാക്ഷാൽ മഹാദേവൻ. കയ്യിൽ നിന്ന് വീണ ആ വിഷത്തുള്ളികള്, ചില ചെറു ചെടികള്, അതേപോലെ തേളുകള്, പാമ്പുകളൊക്കെ സ്വീകരിച്ചു, അവർക്കും വിഷമുണ്ടായി എന്ന് പറഞ്ഞു. ഇങ്ങനെ ആദ്യം വിഷമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പിന്നീടുണ്ടായതാണ് കാമധേനു. കാമധേനുവിനെ അഗ്നിഹോത്രാദി കർമ്മങ്ങളൊക്കെ ചെയ്യാൻ മഹർഷിമാർക്ക് ഭഗവാൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് എന്തുണ്ടായി? ഉച്ചൈശ്രവസ് എന്ന വെളുത്ത പറക്കുന്ന കുതിര. ഭഗവാൻ ദേവേന്ദ്രനെ ഒന്നിങ്ങനെ നോക്കി. ദേവേന്ദ്രന് മോഹമുണ്ടത്, പക്ഷെ ഭഗവാൻ കൊടുത്തില്ല. ഭഗവാൻ അതിനെ മഹാബലിക്ക് സമ്മാനിച്ചു. ഐരാവതം എന്ന 4 കൊമ്പുള്ള വളരെ വിശേഷമായിട്ടുള്ള ആന. ആ ആനയാണ് ദേവേന്ദ്രന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. എങ്കിലും ദേവേന്ദ്രൻ എപ്പോഴും അതിനോട് മോഹമുണ്ട്. അതിനെ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു. സ്വർഗത്തിന്റെ അധികാരി ഇപ്പോൾ ആരാ? അത് ബലിയാണ്. ഏതായാലും ഐരാവതത്തെ സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു. കൗസ്തുഭം എന്ന രത്നം ഭഗവാന്റെ കണ്ഠത്തിൽ വന്ന് ചേർന്നു. അതിനുശേഷം പാരിജാതം, അതും സുരലോക വിഭൂഷണമാണ്. സ്വർഗത്തിലേക്ക് അപ്സര സ്ത്രീകൾ, അതിസുന്ദരികളായിട്ടുള്ള അപ്സര സ്ത്രീകൾ, അവർക്കൊക്കെ ചെറിയൊരു അഹങ്കാരം ഉണ്ടായെന്ന് മനസ്സിലായപ്പോൾ ഭഗവാൻ ഏറ്റവും സുന്ദരിയായ സാക്ഷാൽ രമാദേവിയെ, സാക്ഷാൽ ലക്ഷ്മി ഭഗവതിയെ ആ പാലാഴിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നു. പാലാഴി മങ്കയായി പത്മനാഭ പത്നിയായി തീരാൻ ലക്ഷ്മി ഭഗവതി അവതരിച്ചു. 8ാമത്തെ സ്കന്ധത്തിൽ 8ാമത്തെ അധ്യായത്തിൽ 8ാമത്തെ ശ്ലോകത്തിൽ 8 ദിക്കുകളെയും ദ്യോതിപ്പിച്ചുകൊണ്ട് വിദ്യുൽ സൗദാമിനി യഥാ, ഒരു മിന്നൽ പിണർ പോലെ ദേവിയുടെ അവതാരം. ദേവി അവതരിച്ചപ്പോഴോ സാക്ഷാൽ ദേവേന്ദ്രനാണ് വലിയൊരു സിംഹാസനം കൊണ്ടുവന്നു ദേവിക്കിരിക്കാൻ. അവിടെ സസുര അസുരമാനവാം തസ്യാം ചക്രുസ്പൃഹാം സർവേ, എല്ലാവരും ദേവന്മാരും അസുരന്മാരും മനുഷ്യരൊക്കെ ആ പെൺകുട്ടിയിൽ, ആ ലക്ഷ്മിയിൽ വലിയ കൊതിയുള്ളവരായി മാറി എന്ന് പറയുന്നു. അങ്ങനെ ദേവി അവിടെ ഇരുത്തി അഭിഷേക ജലങ്ങളൊക്കെ കൊണ്ടുവന്നു. 4 സമുദ്രങ്ങളിൽ നിന്നുള്ള വെള്ളമെത്തി. ശ്രീസൂക്തം ജപിച്ചുകൊണ്ട് ഋഷികള് അഭിഷേകം ചെയ്തു. മേഘങ്ങൾ, മൃദംഗ പണവം തുടങ്ങിയ വാദ്യങ്ങളൊക്കെ മുഴക്കി. ശംഖവേണു വീണാസ്തുമല നിസ്വനാൻ, ശംഖ് അതേപോലെ ഓടക്കുഴല് വീണയൊക്കെ അവിടെ മുഴങ്ങി. ഇവിടെ ദേവിയെ ഗംഭീരമായിട്ട് അഭിഷേകം ചെയ്തു. ദിഗ്ഭാ പൂർണ്ണകലശൈ സൂക്തമാക്കിയ ദ്വിജേരിതൈഹിയാണ്, ദ്വിജന്മാരുടെ അഭിഷേകം ഉണ്ടായി. അതേപോലെ തന്നെ ആനകളുടെ ദ്വിപങ്ങളുടെ അവിടെ അഭിഷേകവും ഉണ്ടായി. സമുദ്രം 2 മഞ്ഞപ്പെട്ടു കൊടുത്തു.
വരുണൻ വൈജയന്തി മാല കൊടുത്തു, ഭൂഷണങ്ങൾ വിശ്വകർമാവ് കൊടുത്തു, സരസ്വതി മാല കൊടുത്തു, നാഗങ്ങൾ കുണ്ടലം കൊടുത്തു. ഇങ്ങനെ ആ സാക്ഷാൽ ബ്രഹ്മാവ് താമരപ്പൂവ് കൊടുത്തു. ഇതൊക്കെ ആയിട്ട് ദേവി അതിസുന്ദരിയായിട്ട് നിൽക്കുന്നു. അങ്ങനെ മഞ്ഞപ്പെട്ട് കൊടുത്തു. അപ്പൊ മഞ്ഞപ്പെട്ട് കൊടുത്ത ആൾക്ക് ഒരു മഞ്ഞപ്പെട്ടുകാരൻ വേണം. അങ്ങനെയാണ് ഭംഗി അല്ലേ? നമ്മളൊക്കെ വിവാഹം കഴിഞ്ഞാൽ വിവാഹത്തിന്റെ ആ ദിവസം രണ്ടുപേരും ഒരേപോലത്തെ വേഷം കിട്ടുക. ഒരാൾ ചുമപ്പാണെങ്കിൽ മറ്റേയാൾ ചുമപ്പ്, ഒരാൾ നീലയാണെങ്കിൽ നീല. ഇവിടെ ആ വിവാഹത്തിന് ലക്ഷ്മി കല്യാണത്തിന് മുന്നോടിയായിട്ട് വധുവായ ഭഗവതി മഞ്ഞപ്പെട്ട് ധരിച്ചു. അപ്പുറത്ത് വരനും മഞ്ഞപ്പെട്ട് ധരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. വരണമാല്യവുമായി ദേവി തൻ്റെ അടുത്തേക്ക് വരണം എന്ന് വിചാരിച്ചിട്ടാണ് വരന്റെ നിൽപ്പ് അവിടെ. അപ്പൊ ദേവി ഇങ്ങനെ നോക്കി ആരെയാണ് വിവാഹം ചെയ്യേണ്ടത്. ഉറപ്പാണ് മഹാവിഷ്ണുവിനെ തന്നെ വിവാഹം ചെയ്യുള്ളൂ. പക്ഷേ ദേവി പറയുകയാണ് ഇവിടെ ഈ ദുശീലങ്ങൾ ഇല്ലാത്തത് അല്ലെങ്കിൽ ദോഷങ്ങളില്ലാത്ത ഒരാളെ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും എന്തെങ്കിലും ദോഷം. ഇപ്പൊ ദോഷമില്ലാത്തവന്റെ കൂടെ ആര് നിൽക്കുള്ളൂ? ലക്ഷ്മി ഭഗവതി നിൽക്കുള്ളൂ. ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ലക്ഷ്മി ഭഗവതി അവിടെ വന്നാൽ തന്നെ അധികം വൈകാതെ അവിടുന്ന് പോകും. ഇപ്പൊ ദോഷങ്ങളില്ലാത്തത് ആരാണ് എന്ന് നോക്കി. ചില ആളുകൾക്ക് ധർമ്മം കൊച്ചിൽ തത്ര ഭൂത സൗഹൃദം ധർമ്മമൊക്കെ ഉണ്ട്. പക്ഷേ ഈ ലോകത്തിന്റെ ഗുണത്തിനായിട്ട് അതൊന്നും ഉപയോഗിക്കണില്ല. ത്യാഗം മുക്തിക്ക് കാരണമാവുന്നില്ല. ഒരാൾക്ക് വീര്യമുണ്ട്, ആയുസ്സില്ല. ആയുസ്സുള്ള ആൾക്ക് ധൈര്യമില്ല. ധൈര്യവും ആയുസ്സുള്ള ആൾക്ക് സൗന്ദര്യമില്ല. സൗന്ദര്യമുള്ള ആൾക്ക് വിദ്യാഭ്യാസം ഇല്ല. ഇങ്ങനെ ഒരുപാട് ദോഷങ്ങൾ എല്ലാവർക്കും കണ്ടു. അവസാനം ഒരൊറ്റ ദോഷവുമില്ലാത്ത സർവസൽഗുണ സമ്പന്നനായിരിക്കുന്ന ആ ഭഗവാന്റെ കഴുത്തിൽ വരണമാല്യം അണിയിച്ചു ലക്ഷ്മി ഭഗവതി. വിവാഹം കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ദാ നീയ ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ഇവിടെയുള്ള ആളുകളൊക്കെ പറയും നീ എൻ്റെ ഹൃദയത്തിലാണ് എന്നൊക്കെ ഗംഭീരമായിട്ട് പറയും. ഹൃദയത്തിൽ ഇരുത്താനൊന്നും സാധിക്കില്ല ഭാര്യ. പക്ഷെ ഭഗവാൻ ലക്ഷ്മി ഭഗവതിയെ തൻ്റെ വക്ഷസിൽ സ്ഥാനം കൊടുത്ത് അനുഗ്രഹിച്ചു. അങ്ങനെ ലക്ഷ്മി ഭഗവതിയെ കണ്ടതോടുകൂടി അപ്സര സ്ത്രീകളുടെ അഹങ്കാരം തീർന്നു. അപ്പൊ എല്ലാവരും ഇപ്പൊ എന്താ വിചാരിച്ചത്? ലക്ഷ്മിയെ നമുക്ക് കിട്ടുന്ന ഈ വെളുത്ത പെൺകുട്ടിയെ നമുക്ക് കിട്ടും എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച് അവർ പാട്ടുപാടി ഇത്രേ, വെളുപ്പിനഴക് വെളുപ്പിനഴക് എന്ന് പറഞ്ഞ് പാട്ടുപാടി. പക്ഷേ വെളുപ്പിനഴകിനെ കറുപ്പിനഴകൻ കൊണ്ടുപോയി. ഇനിയിപ്പോ എന്ത് ചെയ്യാം? ഇനി വെളുപ്പിനഴക് എന്ന് പാടാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോ ഭഗവാൻ അടുത്ത ആളെ പുറത്തേക്ക് കൊണ്ടുവന്നു. വെളുത്ത ആളാണ് ആദ്യം വന്നതെങ്കിൽ അടുത്തത് വന്നത് കറുത്ത ആളാണ്. ആ കറുത്ത ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഇത് നമുക്ക് പറ്റിയ ആളാണ്, നമുക്ക് ഇവിടെ കൊണ്ടുപോയാലോ. അഥാസീൽവാരുണീ ദേവി കന്യാ കമലലോചന, അതിസുന്ദരിയാണ്. കണ്ണുകളൊക്കെ ആ താമരപ്പൂവിന്റെ ഇതള് പോലെയാണ്. അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ കയ്യിലുള്ളത് അമൃതാണ് എന്ന് അസുരന്മാര് തെറ്റിദ്ധരിച്ചു. അന്ന് അസുരന്മാര് തെറ്റിദ്ധരിച്ചത് ഇന്നും അസുരന്മാർ വിചാരിക്കുകയാണ് ഇതാണ് അമൃത്. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ വാരുണി ദേവിയുടെ ഭക്തന്മാര് കാലത്ത് തന്നെ അമ്പലത്തിലേക്ക്, നമ്മളൊക്കെ ഉച്ചയാവുമ്പോഴേക്കൊക്കെ വരുള്ളൂ അമ്പലത്തിലേക്ക് അല്ലേ? വാരുണി ദേവിയുടെ ഭക്തന്മാരങ്ങനെയല്ല, നിർമ്മാല്യത്തിന് തന്നെ തൊഴാൻ പോണ ആളുകളാണ്. അവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ ദക്ഷിണ അവിടെ സമർപ്പിക്കും. അത് കഴിഞ്ഞാൽ തീർത്ഥം മേടിക്കും, പോരും. തീർത്ഥാണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രസാദം. വേറെ പ്രസാദങ്ങളൊക്കെ ചിലപ്പോൾ മറ്റു പലതിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടിരാണ്. ഭഗവതിയുടെ അടുത്തുനിന്ന് വാരുണി ദേവിയുടെ അടുത്തുനിന്ന് തീർത്ഥം വാങ്ങുക. ചില ആളുകൾ അവിടെ തന്നെ ഇരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുന്നവരുണ്ട്. ചില ആളുകൾ കൂട്ടുകാരോട് കൂടി കഴിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ അവിടെ തൊഴിലും പ്രദക്ഷിണവും അവിടെ തന്നെ നടത്തും. ചില ആളുകൾ അവിടെ ശയന പ്രദക്ഷിണം നടത്തും. ചിലപ്പോൾ ഭരണ വഴിക്ക് പ്രദക്ഷിണം നടത്തും. വീട്ടിൽ വന്ന് ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഒരു കാര്യത്തിൽ വലിയ ചിട്ടയാണ്. കാലത്ത് തന്നെ പോയി അമ്പലത്തിൽ പോയി ആ ഭഗവതിയുടെ പ്രസാദമാണ്. കണ്ടിട്ടില്ലേ റോഡരികിലൊക്കെ എന്തൊരു ഭക്തിയിലും ശ്രദ്ധയിലും അവർ നിൽക്കണത്. അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല, ആരും പറയാനുമില്ല. എന്ത് വരിയായിട്ട് വരണം എന്നൊക്കെ. ഒരു വൃത്തിയായിട്ട് വരിയായിട്ട് വരും. നമുക്ക് വരിയായി വരണം എന്നുണ്ടെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടാണ് ആലോചിച്ച് നോക്കൂ. വരിയായി വരാൻ പറഞ്ഞാൽ വരിയായിട്ട് വരും. നല്ല അനുസരണയാണ്. എത്ര വരിയുണ്ട്? 5-6 വരിയുണ്ട്. കാരണം ആർക്കും പിന്നിൽ നിൽക്കാൻ താല്പര്യമില്ല. എല്ലാവർക്കും മുമ്പിൽ വരണം എന്നാണ്.
മുമ്പിൽ വരണോണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അത് ഒരു ശരിയല്ല എന്ന് മാത്രം. മുമ്പിൽ ഒരാൾക്കേ നിൽക്കാൻ പറ്റുള്ളൂ അല്ലേ? മുമ്പിൽ ഒരാൾ നിൽക്കുക, അതിന്റെ പുറകിലാണ് മറ്റുള്ള ആളുകൾ. ഇങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ഈ അസുരന്മാര് അന്നും ഇന്നും ഒക്കെ വളരെ കൃത്യമാണ്. നമ്മളാണ് കുറച്ച് അപകടക്കാരായിട്ടുള്ളത്. അപ്പൊ ഏതായാലും അസുരന്മാരങ്ങനെ ആ വാരുണി ദേവിയെ ഭഗവാന്റെ അനുമതിയോടുകൂടി കൊണ്ടുപോയി. അവര് പുതിയ പാട്ടുപാടി കറുപ്പിനഴക്. ഇപ്പൊ ചില ആളുകൾക്ക് ലക്ഷ്മി ഭഗവതിയെ കുറിച്ചുള്ള ഓർമ്മ ഇങ്ങോട്ട് വിട്ടിട്ടില്ല. അവരവിടെ നിന്ന് പാടി വെളുപ്പിനഴക്, മറ്റൊരു പറഞ്ഞു കറുപ്പിനഴക്. അങ്ങനെ വീണ്ടും നൃത്തം വെക്കലൊക്കെ തുടങ്ങി. അസുരന്മാർ ഇന്നും നൃത്തം വെക്കുന്നത് ആ ഓർമ്മയിലാണെന്നാണ്. ഇതങ്ങനെ ദേവിയുടെ പ്രസാദം കഴിച്ചാൽ അവരിങ്ങനെ പാട്ടുപാടും, ചില ആളുകൾ നൃത്തം വെക്കും. നൃത്തത്തിൽ വിലജോ നൃത്യതേക്കൊല്ലി, ഭക്തിയുടെ ഉന്മാദാവസ്ഥയിലൊക്കെ അങ്ങനെയാണ്. എല്ലാം മറന്ന് നാണം പോലും വിട്ട് ഉടുത്തിരിക്കുന്ന മുണ്ട അഴിഞ്ഞു പോയാൽ പോലും പ്രശ്നമില്ല. പണ്ട് ഈ വാരുണി ദേവിക്ക് ഭക്തന്മാർ മാത്രമേ ഉണ്ടായിരുന്നു, ഭക്തകൾ വളരെ കുറവായിരുന്നു അത്രേ. പിന്നെ ഇപ്പൊ എന്തായി? ഇപ്പൊ സമത്വത്തിന്റെ ഭാഗമായിട്ട് ഭക്തകളും ഈ പോയി വാങ്ങാൻ ബുദ്ധിമുട്ടില്ല. കുറേശ്ശെ കഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ വരി നിൽക്കാൻ പോലും അവർക്ക് മടിയില്ലാതെയായി. അങ്ങനെ വാരുണി ദേവിയുടെ അമ്പലം പുഷ്ടിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. സാധാരണ അമ്പലം പോലെയൊന്നുമല്ല. വാരുണി ദേവിയുടെ അമ്പലത്തിൽ ഈ അമ്പലങ്ങളൊക്കെ അടച്ചു കൂട്ടാനൊക്കെ തീരുമാനം ഉണ്ടായതാണ് ഇടക്കാലം വെച്ചിട്ട്. അപ്പൊ പറഞ്ഞു, വാരുണി ദേവിയുടെ ഭക്തന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ വലിയ അമ്പലത്തിൽ മാത്രം പോയി ഇതൊന്നും വാങ്ങാൻ പറ്റില്ല, അവിടെയൊക്കെ വഴിപാടിന് വലിയ റേറ്റാണ്, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോ വീണ്ടും ആളുകൾ നോക്കിക്കഴിഞ്ഞപ്പോ, അധികാരികൾ നോക്കിയപ്പോ അമ്പലം പൂട്ടിയോണ്ട് ആകെപ്പാടെ എന്താ പറ്റിയത്? ഭണ്ണാരത്തിൽ കാശ് വരുന്നില്ല. ഭണ്ണാരത്തിൽ കാശ് വന്നില്ലെങ്കിൽ കാര്യം നടക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? അമ്പലങ്ങളൊക്കെ തുറക്കാൻ തീരുമാനിച്ചു. കാരണം എന്താ? ഈ ഭക്തന്മാരുടെ എണ്ണം കുറഞ്ഞിട്ടൊന്നുമില്ല, അമ്പലത്തിൽ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. വീട്ടില് ദേവിയുടെ പ്രതിഷ്ഠ വെച്ച് അതിന്റെ അടുത്തിരുന്ന സാധനങ്ങളൊക്കെ അവര് തന്നെ ഉണ്ടാക്കി തുടങ്ങി. അപ്പൊ നഷ്ടം ഇരട്ടിയാണ്. അതുകൊണ്ടാണ് വീണ്ടും അമ്പലങ്ങളൊക്കെ തുറന്നു. അമ്പലങ്ങളൊക്കെ ഇപ്പൊ നല്ല ജില്ലായിട്ട് മുന്നോട്ട് പോകുന്നു. ഭക്തന്മാരും ഇങ്ങനെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ തീർത്ഥം സേവിക്കുന്ന ആളുകൾ മാത്രമല്ലാണ്ട് ഇപ്പൊ ചില ആളുകള് തീർത്ഥം അല്ലാത്ത ചില സാധനങ്ങളൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ കുറച്ചുകൂടി ഉഷാറ് കൂടുതൽ അങ്ങനെയുള്ള ഭക്തന്മാർ വേറെ ചില തരത്തിലുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ കാര്യങ്ങള് ഭംഗിയായിട്ട് പോകുന്നു. പക്ഷേ അപ്പോഴാണ് ഇതിനൊക്കെ ഇത്തരത്തിലുള്ള ഈ രോഗങ്ങൾക്ക് മുഴുവൻ, ഇത്തരത്തിൽ പല രോഗങ്ങളാണല്ലോ ആളുകൾക്ക്, ഈ രോഗങ്ങളെയൊക്കെ ഇല്ലാതെയാക്കാൻ ഭഗവാന്റെ കാരുണ്യം ഒരു സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് അവിടെ വന്നു. ഉദതിഷ്ഠൻ പുരുഷ പരമാത്ഭുത, അതിസുന്ദരനായ അത്ഭുത സ്വരൂപനായി ഒരാള് പുറത്തേക്ക് വന്നു. കയ്യിൽ ശംഖ, ചക്രം, അതേപോലെ അമൃതകലശം, തൃണജലൂകം. ആ രൂപത്തിൽ സാക്ഷാൽ ധന്വന്തിരി മൂർത്തിയുടെ പ്രതിമ നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. അമൃതകലശവുമായിട്ട് അമൃത് നമ്മുടെ രോഗങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനും, അതേപോലെ തന്നെ തൃണജലൂകം, ആ പുല്ലട്ട നമ്മുടെ ഉള്ളിലെ ദുഷ്ട രക്തത്തെ വലിച്ച് എടുക്കാനും വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ധന്വന്തിരി മൂർത്തി അവതരിച്ചു. സവൈ ഭഗവത സാക്ഷാൽ വിഷ്ണോരംശാംശ സംഭവ ധന്വന്തരി വിഖ്യാത. ധന്വന്തരി എന്ന് വിഖ്യാതനായിരിക്കുന്ന ഭഗവാന്റെ അവതാരം. അപ്പൊ ഇവര് വിചാരിച്ചു ഈ പെൺകുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന കലശം തന്നെയാണ്, അതേപോലത്തെ കലശമാണ്, കുറച്ചുകൂടി കേമായിട്ടുള്ളതാണ് ഇത് എന്ന് തോന്നി. കാരണം എന്താ? 4 കൈ കാണാനുണ്ട്. ഇപ്പൊ ചില ആളുകൾ കഴിച്ചപ്പോ അവർക്ക് 4 അല്ല 8 ആണെന്നൊക്കെ തോന്നി. അപ്പൊ ഇവിടെ കാണുന്ന ആളല്ല, സ്വദേശിയല്ല, വിദേശിയാണെന്ന് മനസ്സിലായി. വിദേശിക്ക് വീര്യം കൂടുന്ന അമ്മയെ അവർക്കറിയാം. അതുകൊണ്ട് ഭഗവാനോട് ചോദിക്കാനൊന്നും നിന്നില്ല. മുമ്പ് ഈ വാരുണി ദേവിയുടെ മദ്യം കഴിക്കുന്നതിന് മുമ്പായതുകൊണ്ടാണ് ഭഗവാനോട് ചോദിച്ചത്. ഇത് കഴിച്ചപ്പോ ഉള്ള ബോധം കൂടി പോയി. അതുകൊണ്ട് എന്തായി? ഭഗവാനോട് ചോദിച്ചില്ല. ഭഗവാന്റെ കയ്യിൽ നിന്ന് അമൃതകലശം തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. എങ്ങനെയൊക്കെ തട്ടിപ്പറിച്ചെടുത്താലും ഭഗവാന്റെ അനുവാദമില്ലാതെ കൊണ്ടുപോയാൽ അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അത് ഭാഗവതം മറ്റൊരു തരത്തിൽ നമുക്ക് പറഞ്ഞു തരാം. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അതിനാണ് യോഗം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഈ യോഗം അവർക്കില്ല. അതുകൊണ്ട് എന്തായി? അമൃതകലശം തട്ടിപ്പറിച്ചു കൊണ്ടുപോയിട്ട് അവര് പിന്നെ അഹം പൂർവം നത്വം നത്വം, ഞാനാദ്യം ഞാനാദ്യം, നീയല്ല നീയല്ല. കറുപ്പിനാണെങ്കിൽ വെളുപ്പിനാണെങ്കിൽ പാടിയ ആളുകളൊക്കെ ഇപ്പൊ പുതിയ പാട്ട് തുടങ്ങി, ഞാനാദ്യം ഞാനാദ്യം, നീയല്ല നീയല്ല. ഇങ്ങനെ അവര് പാട്ട് പാടലും ഇത് ഈ കലശം അങ്ങോട്ടും ഇങ്ങോട്ടും
തട്ടിപ്പറിച്ച് ഓടലും തുടങ്ങി. ദേവന്മാർക്ക് വല്ലാത്ത വിഷമായി. അവിടുന്ന് കിട്ടിയിട്ട് പോയില്ലേ. അപ്പൊ ഭഗവാൻ ഭൃത്യകാമകൾ, ഭക്തന്മാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഭഗവാൻ പറഞ്ഞു, മാഖിത്യതമിഥോർത്ഥം വാ സാധയിഷ്യേ സ്വമായയാ. എൻ്റെ മായ കൊണ്ട് ഞാൻ ഇതിനൊക്കെ വേണ്ടത് ചെയ്തോളാം, നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ഭഗവാൻ വളരെ പെട്ടെന്ന് ഏതസ്മിന്നന്തരേ വിഷ്ണു സർവോപായ വിധീശ്വര ഒരു സ്ത്രീരൂപം കെട്ടിക്കുക. സ്ത്രീരൂപം കെട്ടുക എന്ന് പറഞ്ഞാൽ ഭഗവാന് നിഷ്പ്രയാസം, അത്രയേ ഉള്ളൂ. ആ നെറ്റിയിലെ ഗോപിക്കുറി മാറ്റി വട്ടത്തിൽ ഒരു പൊട്ടു തൊട്ടു. അവിടെ കിരീടം അഴിച്ചു വെച്ചു, മുടി അഴിച്ചു വിട്ടു. പിന്നെയോ നിവീതമായിട്ട് മാല പോലെ ഇട്ടിരുന്ന ആ ഉത്തരീയം ചേല പോലെ കൊടുത്തു. പൊന്നിൻ ചിലമ്പ് കിരുക്കി പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നു. അത്രേ ഉണ്ടായുള്ളൂ. ആ ഭഗവാന്റെ വരവ് കണ്ടപ്പോ ലക്ഷ്മി ഭഗവതി പോലും മോഹിച്ചു പോയി. ലക്ഷ്മി ഭഗവതിക്ക് ഒരു ചിന്ത ഉണ്ടായിരുന്നു, ഞാനാണ് ഏറ്റവും വലിയ സൗന്ദര്യമുള്ളത്. പക്ഷെ ഇപ്പൊ മനസ്സിലായി, സൗന്ദര്യോപി സുന്ദരതരം അത് ഭഗവാനാണെന്ന് മനസ്സിലായി. ദൈത്യയൂഥവചേതസ്സു കാമമുദ്ദീപയൻ മുഹു, അവരുടെ ഉള്ളിൽ കാമം ജ്വലിപ്പിച്ചുകൊണ്ട് സാക്ഷാൽ മന്മഥനായിരിക്കുന്ന ഭഗവാൻ, മദനമോഹനനായിരിക്കുന്ന ഭഗവാൻ, സാക്ഷാൽ സ്മരണയെ പോലും മോഹിപ്പിക്കുന്ന ഭഗവാൻ. സ്മരണയെ മോഹിപ്പിച്ചു, സ്മരാനിയായിരിക്കുന്ന കൈലാസേശ്വരനെ മോഹിപ്പിക്കുന്ന ആൾക്ക് ഈ കേവലം ദൈത്യദാനവന്മാരെ മോഹിപ്പിക്കാൻ വല്ല വിഷമമുണ്ടോ? പുഞ്ചിരിച്ചുകൊണ്ട് അവർ ചെന്നപ്പോ അവര് പറഞ്ഞു, കാത്തും കഞ്ചപലാശാക്ഷി, നീ ആരാണ് താമരക്കണ്ണി? നീ എവിടുന്ന് വരുന്നു? കസ്യാസി വധവാമൂരു മധ്നം ദീപവനാംസിന. ഞങ്ങൾ ഇത്രയും നേരം ഈ പാൽക്കടൽ മഥനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ മനസ്സിനെ നീ മഥനം ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമുണ്ട്, ആരാണ് അമൃത ആദ്യം കഴിക്കേണ്ടത്? അതുകൊണ്ട് ഈ ഒരു കാര്യം ചെയ്യ, വിഭജസ്വ യഥാന്യായം, ന്യായമനുസരിച്ച് ഇതൊന്ന് വിഭജിച്ചു തരണം. ഭഗവാൻ പറഞ്ഞു, ഞാനിതൊക്കെ തരാം, പക്ഷേ നിങ്ങൾ എങ്ങനെയാണ് എന്നെ വിശ്വസിക്കുക? സ്ത്രീകളെ ബുദ്ധിമാന്മാർ വിശ്വസിക്കില്ല എന്ന് പറയും, പ്രത്യേകിച്ച് എന്നെ പോലുള്ള കുലടകളായിട്ടുള്ള സ്ത്രീകളെ. കാരണം ഞാൻ ആര് വിളിച്ചാലും അവരുടെ കൂടെ പോകുന്ന സ്വഭാവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കൂടുതൽ വിശ്വാസമായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴോ നീ എന്ത് ചെയ്താലും കുഴപ്പമില്ലാതെ വന്നു. ഭഗവാൻ മുൻകൂർ ജാമ്യം എടുത്തു. അത് കഴിഞ്ഞിട്ടോ ദേവന്മാരെയും അസുരന്മാരെയും രണ്ട് പന്തിയാക്കി ഇരുത്തി. ദേവന്മാർക്ക് മാത്രം അമൃത് വിളമ്പി, അസുരന്മാർക്ക് അമൃത് കൊടുത്തില്ല. തന്റെ കടാക്ഷാമൃതം മാത്രം കൊടുത്ത് അവരെ ഭഗവാൻ ആ നിലയിലും അനുഗ്രഹിച്ചു എന്ന് തന്നെ പറയണം. തങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായി. ഇതിനിടയിൽ അസുരപക്ഷത്തുണ്ടായിരുന്ന സ്വർധാനുവെന്ന് ദേവപക്ഷത്തിരുന്ന് ഭഗവാന്റെ സുദർശനം കൊണ്ട് കഴുത്തു മുറിഞ്ഞ് ഒരു തുള്ളി അമൃതകത്ത് ചെന്നുകൊണ്ട് കഴുത്ത് ഒരു ഗ്രഹമായി മുകളിലേക്ക് ഉയർന്നു പൊങ്ങുകയും ചെയ്തു. ഇതാണ് രാഹു എന്നുള്ള ഗ്രഹം. അങ്ങനെ ആ ഗ്രഹം സൂര്യചന്ദ്രന്മാരോട് തന്റെ അവസ്ഥ കാണിച്ചു കൊടുത്തത് അവരാണ് എന്നുള്ളത് കൊണ്ട് സൂര്യചന്ദ്രന്മാരെ വിഴുങ്ങുമ്പോൾ കഴുത്തിന് താഴെ ആ ശരീരം ഇല്ലാത്തത് കൊണ്ട് അതിലൂടെ സൂര്യചന്ദ്രന്മാരെ പുറത്തേക്ക് വരുന്നു എന്നാണ് ഗ്രഹണത്തെക്കുറിച്ച് ഒരു സങ്കല്പം. അതാണ്. ഏതായാലും ദേവന്മാർക്ക് അമൃത് കിട്ടി. അവരുടെ എല്ലാ തരത്തിലുള്ള ജരാതരങ്ങളും മാറി. അവർ തീർത്തും അമരന്മാരായി. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അവർക്ക് എന്തൊക്കെ ദുഃഖങ്ങൾ ഉണ്ടായാലും ഹരിസ്മൃതി സർവവിപത്തി മോക്ഷണം എന്നുള്ള രീതിയിൽ ആ രീതിയിൽ വിജയശ്രീലാളിതരായി എന്ന് പറയുന്നു. അങ്ങനെ വിജയം കൊടി പാറിക്കുന്നു. ഭഗവാൻ ദേവപക്ഷത്തു നിന്ന് ദുഷ്ടന്മാരായ അസുരന്മാരെ കൊന്നൊടുക്കിയപ്പോ ദേവേന്ദ്രന്റെ ആയുധ പ്രയോഗത്തിൽ സാക്ഷാൽ അസുര ചക്രവർത്തിയായ മഹാബലി തന്നെ മരിച്ചു വീണു എന്ന് പറയുന്നു. അങ്ങനെ ആ മഹാബലിയെ ശുക്രാചാര്യര് അസ്താജലത്തിൽ കൊണ്ടുപോയി മൃതസഞ്ജീവിനി വിദ്യ കൊണ്ട് ഉശനാ ജീവയാമാസ സഞ്ജീവിന്യാസ്വവിദ്യ, തന്റെ മൃതസഞ്ജീവിനി വിദ്യ കൊണ്ട് ബലിക്ക് ജീവൻ തിരിച്ചു കൊടുത്തു. പരാജിതോപി, തോറ്റു എങ്കിലും നാഹിത്യ ലോകതത്വ വിചക്ഷണ ബലിശ്ചോഷനസാസ്പൃഷ്ട. ബലിയുണ്ടല്ലോ, താൻ തോറ്റുവെങ്കിലും ഇത് ലോകതത്വമാണ് എന്ന് മനസ്സിലാക്കി അതിലൊരിക്കലും വിഷമിച്ചില്ല എന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ആ ബലി അതിനുശേഷം
ശുക്രാചാര്യരുടെ കൂടെ യാത്രയായി എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ മനോഹരമായ സ്ത്രീവേഷത്തെ കുറിച്ച് കേട്ടപ്പോ മഹാദേവന് തോന്നി ഒന്ന് കാണാം എന്ന്. ഭഗവാന്റെ അടുത്തൊന്ന് പോയി ചോദിക്കാം. വേഷം കെട്ട് കാണാൻ അന്ന് പറ്റിയില്ല. കാരണം ആ ഹലാഹല വിഷം കഴിച്ചതോടുകൂടി കൈലാസത്തിൽ വന്നിരിക്കുക ഉണ്ടായത്. ഇനിയിപ്പോ എന്താ ചെയ്യാം? ഒന്ന് പോയി നോക്കുക. പോവുകയാണെന്ന് പറഞ്ഞപ്പോ പാർവതിയും അതേപോലെ ഉണ്ണിഗണപതിയും സുബ്രഹ്മണ്യനൊക്കെ കൂടെ ഒരുമിച്ച് പുറപ്പെട്ടു. ഭൂതഗണങ്ങളോടുകൂടി അവിടുന്ന് ഭഗവാൻ നേരെ വൈകുണ്ഠത്തിലേക്ക് വരുന്നു. വൃഷമാരുഹ്യ ഗിരിശ സർവഭൂതഗണൈർവൃതാ സഹദേവ്യായയോ ദ്രഷ്ടും യത്രാസ്തേ മധുസൂദന. ഭഗവാനുള്ള സ്ഥലത്തേക്ക് വൈകുണ്ഠത്തിലേക്ക് മഹാദേവനെത്തി. ഭഗവാനോട് കാര്യം പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ശരി, അങ്ങനെയൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ കൗതൂഹലായ ദൈത്യാനം യോഷിദ്വേഷോ മയാകൃത. ആ അസുരന്മാരെ മോഹിപ്പിക്കാനായിട്ട് ഞാൻ അങ്ങനെ ഒരു സ്ത്രീവേഷം കെട്ടി. അത് തത്തേഹം ദർശയിഷ്യാമി ദിദിക്ഷോസുരസത്തമ. ഹേ ദേവശ്രേഷ്ഠ, അങ്ങ് കണ്ടോളൂ, ഞാനത് കാണിച്ചു തരാം. ഏതായാലും കാമാരിയായിരിക്കുന്ന കൈലാസേശ്വരൻ വിചാരിച്ചു, ഏത് വേഷം കെട്ടിയാലും എനിക്ക് മനസ്സിലാവുമല്ലോ ഇത് വിഷ്ണുവാണ് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് അവിടെ അങ്ങനെ ഇരുന്നു. പക്ഷേ പെട്ടെന്ന് വൈകുണ്ഠത്തിലെ ഉദ്യാനത്തിലെ വള്ളിക്കുടലിൽ നിന്നും 2 കാലുകൾ ഇങ്ങനെ കാണാനുണ്ട്. പാർവതി ദേവിക്ക് കാല് കണ്ടപ്പോൾ മനസ്സിലായി. അതിൽ പറ്റിക്കിടക്കുന്ന പൊന്നിച്ചിലമ്പ് പറയുന്നുണ്ട്, പദഭജനം ശ്രേയ ഇത്യാലബന്ധം. പക്ഷേ മഹാദേവൻ അങ്ങനെ മുഴുവൻ മനസ്സിലായില്ല അത്രേ. അതോ ലോകത്തിന്റെ മുമ്പിൽ ഭഗവാൻ ആടിയൊരു ലീലയോ എന്തുമാവട്ടെ, പൊന്നിൻ ചിലമ്പിന്റെ നാദം കേട്ട് അങ്ങോട്ടൊന്ന് നോക്കി മഹാദേവന് കണ്ണെടുക്കാൻ പറ്റുന്നില്ല. അത് ശരിയല്ല, ഒരു പെൺകുട്ടിയുടെ കാലിങ്ങനെ നോക്കിയിരിക്കുന്നത് ശരിയല്ല എന്ന് വിചാരിച്ച് തിരിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ ഇതാ വീണ്ടും ചിലമ്പ് വിളിക്കുന്നു, ഇങ്ങോട്ട് ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് വിളിക്കുക. ഇനിയിപ്പോ എന്താ ചെയ്യാം? ഏതായാലും നോക്കി നിൽക്കെ വള്ളിക്കുടിയിൽ നിന്നൊരു സുന്ദരി പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. മഹാദേവൻ പിന്നാലെ ഓടാൻ തുടങ്ങി. കറുപ്പിനഴകുള്ള ആ കാർമേഘവർണ്ണന്റെ പിന്നാലെ വെളുപ്പിനഴകുള്ള ആ വെണ്ണീർധാരിയായിരിക്കുന്ന കൈലാസേശ്വരൻ പിന്നാലെ ഓടാൻ തുടങ്ങി. ഏതുപോലെ ഒരു പിടിയാനയുടെ പിന്നാലെ കൊമ്പനാന ഓടുന്നത് പോലെ. സോപഗൂഢാ ഭഗവത കരിണീയഥ. അങ്ങനെ ഓടി ഓടി കേശബന്ധ ഉപാനീയ ബാഹുഭ്യാം പരിഷസ്വജെ. ഭഗവാന്റെ നീണ്ട കുന്തളഭാരത്തിൽ പിടിച്ച് ഇത് വലിച്ചു, എന്നിട്ട് അങ്ങനെ ചേർത്ത് പിടിച്ചു എന്നാണ്. അങ്ങനെ ആ സംഗമത്തിൽ, ഹരിഹര സംഗമത്തിൽ സാക്ഷാൽ ശാസ്താവ് അയ്യപ്പസ്വാമി ഉണ്ടായി എന്നൊക്കെ നമ്മൾ ഐതിഹ്യം കേട്ടിട്ടുണ്ട്. ഭാഗവതം പറയുകയാണ്. അങ്ങനെയല്ല, ഭാഗവതത്തിന്റെ ഒരു സങ്കല്പത്തില് ആ മഹാദേവന്റെ രേതസ് സ്ഖലിച്ചു എന്നും അത് സ്വർണഖനികളായും വെള്ളിഖനികളായും മാറി എന്ന് പറയുന്നു. യത്രാപതന്മഹ്യാം രേതസ്തസ്യ മഹാത്മന താനി രൂപ്യസ്യ ഹേമനശ്ച ക്ഷേത്രാന്യാസൻ മഹീപതേ. രാജാവിന് ശ്രീശുബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കും. ഏതായാലും മോഹിതനായ മഹാദേവൻ ആ ഭഗവാന്റെ മോഹവലയത്തിൽ നിന്നും സ്വയമേവ തിരിച്ചു വരാൻ സാധിച്ചു അദ്ദേഹത്തിന് എന്ന് പറയുന്നു. ഇനി ഒരിക്കലും ഇത്തരത്തിൽ മോഹം അങ്ങക്ക് ഉണ്ടാവില്ല എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. പാർവതി ദേവിയോടുകൂടി തിരിച്ച് കൈലാസത്തിലേക്ക് എത്തിച്ചേർന്നു മഹാദേവൻ. ശ്രീശുബ്രഹ്മർഷി ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നു. ഏതന്മുഹു കീർത്തയതോന് ശൃണ്വതോന രിഷ്യതേജാതു സമുദ്യമക്വചിൽ യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം സമസ്ത സംസാര പരിശ്രമാവഹം എന്ന ഫലശ്രുതി പറഞ്ഞിട്ട് പറഞ്ഞു, അസദ വിഷയമന്ത്രി ഭാവഗമ്യം പ്രപന്നാനമർദ്ദവര്യാനാശയൻ സിദ്ധുമധ്യം കപടയുവതിവേഷോ മോഹയൻ യസുരാരീം തമഹമുപസൃതാനാം കാമപൂരം നതോസ്മി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശങ്കരമോഹനം എന്ന മനോഹരമായ രംഗം അവിടെ സമർപ്പിക്കുന്നത്.